കഥ തുടരുന്നു. ചുങ്കത്തറ ശ്രീനിവാസക്കിടാവിൻ്റെ വക്കീലായ ശ്യാമോഹൻ്റെ വീട്. അകത്തെ ഒരു മുറിയിൽ വക്കീലും കിടാക്കന്മാരുണ്ടായിരുന്നു. ആകെ പരീക്ഷീണരാണ് ഇരുവരുമെന്ന് വക്കീലറിഞ്ഞു. മുൻകൂർ ജാമ്യത്തിന് ഞാൻ ശ്രമിച്ചാൽ ആ അലിയാർ എന്നെ ഷാഡോ ചെയ്യുമെന്നും നിങ്ങളെ കണ്ടെത്തുമെന്നും എനിക്കുറപ്പുണ്ട്, ശ്യാമോഹൻ പറഞ്ഞു. അയാളുടെ ഭാര്യ കിടാക്കന്മാർക്ക് ചായ കൊണ്ടുവന്നിട്ട് ഒന്നും പറയാതെ മുറി വിട്ടു. തങ്ങൾ ഇവിടെ വന്നത് ആ സ്ത്രീക്ക് ഇഷ്ടമായില്ലെന്ന് കിടാക്കന്മാർക്ക് തോന്നി. പക്ഷേ സഹിച്ചേ പറ്റൂ. അത്തരം ഒരു ഗതികേടിലായിപ്പോയി തങ്ങൾ. ഞങ്ങളിപ്പോൾ വന്നത് വക്കീലിനോട് മറ്റൊരു കാര്യം പറയാനാ. ഫോൺ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ, അറിയാമല്ലോ. ശ്രീനിവാസക്കിടാവ് കപ്പുയർത്തി ചായ ഒന്ന് രുചിച്ചു. ഒക്കെ എനിക്കറിയാം, ശ്യാമോഹൻ തലയാട്ടി. ബാക്കി പറഞ്ഞത് ശേഖരനാണ്. ഇന്ന് രാത്രി ആകുന്നതുവരെ ഞങ്ങൾക്ക് ഈ മുറിയിൽ കഴിയാനേ നിവൃത്തിയുള്ളൂ. പിന്നെ എവിടെ കഴിയണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ശ്യാമോഹൻ സമ്മതമാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. ശേഖരൻ തുടർന്നു. മറ്റൊരു അത്യാവശ്യം കാര്യം കൂടിയുണ്ട്. കർണാടക ജയിലിൽ കഴിയുന്ന ചന്ദ്രകലയെയും പ്രജീഷിനെയും ജാമ്യത്തിലിറക്കണം, എത്രയും വേഗം. ഒന്നുകിൽ വക്കീൽ നേരിട്ട് പോകുക, അല്ലെങ്കിൽ അവിടെയുള്ള മിടുക്കന്മാരായ ആരെയെങ്കിലും ആ ദൗത്യം ഏൽപ്പിക്കുക. അത് വേണോ? ശ്യാമോഹന് സന്ദേഹം. വേണം. ശ്രീനിവാസക്കിടാവ് നിവർന്നിരുന്നു. ഞാൻ കള്ളനോട്ട് കൊടുത്തെന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികൾ അവരാണല്ലോ. അവരെ ഇറക്കിയിട്ട് ശ്യാമോഹൻ പകുതിക്ക് നിർത്തി. നമ്മുടെ കേസ് വിജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. കിടാവിൻ്റെ ശബ്ദം മുറുകി. എന്നെ വേട്ടയാടുന്ന പോലീസിൻ്റെ മുന്നിലും ഇപ്പോൾ എന്നെ പുച്ഛിക്കുന്ന ജനത്തിന് മുന്നിലും എനിക്ക് നിവർന്നു നിൽക്കണം. ഞാൻ ചെയ്യാം, വക്കീൽ ഉറപ്പു നൽകി. അതുമാത്രം പോരാ, ശേഖരക്കിടാവ് പറഞ്ഞു. അവരെ വടക്കേ കോവിലകത്ത് എത്തിക്കുകയും വേണം. അതാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കോവിലകത്തെ പ്രേതങ്ങളുടെ അക്കൗണ്ടിൽ കൊള്ളിക്കാം. അല്പനേരം ചിന്തിച്ചിരുന്നു ശ്യാം മോഹൻ. ആ സീരിയൽ നടി സൂസൻ്റെ മരണത്തിന് പിന്നിൽ ചന്ദ്രകലയും പ്രജീഷുമാണെന്ന് പരിന്ത് റഷീദ് അലിയാർക്ക് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ആ നിലയ്ക്ക് കർണാടക പോലീസുമായി ബന്ധപ്പെട്ട് അവരെ കേരളത്തിലെത്തിക്കുവാൻ ശ്രമിക്കില്ലേ അലിയാർ? കിടാവ് കപ്പിൽ അവശേഷിച്ച ചായ അത്രയും ഊതിക്കുടിച്ചു. പിന്നെ ചുണ്ട് തുറച്ചുകൊണ്ട് അറിയിച്ചു. തീർച്ചയായും അവൻ അങ്ങനെ ചെയ്യും അലിയാർ. അതിനു മുമ്പ് അവർക്ക് ബെയിൽ കിട്ടിയിരിക്കണം. അതിനായി ഒരു സിറ്റിംഗ്സ് 1/4 കോടി വാങ്ങുന്ന സുപ്രീം കോടതി അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവന്നാലും വിരോധമില്ല. ഒന്ന് മോളിക്കൊണ്ട് ശ്യാം മോഹൻ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ഡൽഹിയിൽ നിന്നൊരു വക്കീൽ മൈസൂരു വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. അതിൻ്റെ 2ാം ദിവസം ചന്ദ്രകലയ്ക്കും പ്രജീഷിനും ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു. വിവരം CI അലിയാർ അറിഞ്ഞു. താൻ വൈകിപ്പോയി എന്ന കുറ്റബോധത്തോടെ അലിയാർ ഓർത്തു. എന്നാലും കിടാക്കന്മാർ എവിടേക്ക് പോയി എന്നതായിരുന്നു അലിയാരുടെ ചിന്ത. അവരുടെ പുതിയ ഒളിത്താവളം എവിടെയാണ്? പക്ഷേ അലിയാരുടെ മൂക്കിന് കീഴിൽ തന്നെയുണ്ടായിരുന്നു കിടാക്കന്മാർ, വടക്കേ കോവിലകത്ത്. വടക്കേ കോവിലകത്തിൻ്റെ നിലവറയ്ക്കുള്ളിലായിരുന്നു ശ്രീനിവാസക്കിടാവും ശേഖരക്കിടാവും. പിന്നെ ഒരു പരിചാരകനും. വിശ്വസ്തനായ പരിചാരകനെ അവർക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്ത് അഡ്വക്കേറ്റ് ശ്യാമോഹനായിരുന്നു. അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങളും മറ്റുമായി നിലവറയിൽ നിന്ന് പുറത്തേക്കുള്ള തുരങ്കം വഴിയാണ് അവർ അകത്തെത്തിയത്. തുരങ്കത്തിൻ്റെ അവസാനം കരുളായി പുഴക്കരയിലെ പാറക്കൂട്ടത്തിനടിയിലായിരുന്നു. നിറയെ പൊന്തക്കാടുകളും പാമ്പുകളും ഉള്ള സ്ഥലം. കരയിലൂടെ വന്ന് ഒരിക്കലും അവിടെ എത്തിപ്പെടാൻ കഴിയില്ലായിരുന്നു. അതിനാൽ കഴിഞ്ഞ അർദ്ധരാത്രിയോടെ ഒരു കൊച്ചു വള്ളത്തിൽ പുഴയിലൂടെ അവർ പാറക്കൂട്ടത്തിനരികിൽ എത്തുകയായിരുന്നു. അവിടെ നിന്ന് മാറാലകളും നരിച്ചിറകളുമുള്ള തുരങ്കത്തിലൂടെ വളരെ ബുദ്ധിമുട്ടിയാണ് നിലവറയിലെത്തിയത്. CI അലിയാരും മറ്റും അടച്ച തുരങ്കത്തിൻ്റെ വാതിൽ വീണ്ടും പൊളിക്കുവാൻ അവർക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ തുരങ്കത്തിൽ വെച്ച് പലതവണ പാമ്പുകളെ കണ്ടു എന്നതായിരുന്നു ഏറെ തടസ്സം. ചിലതൊക്കെ വെളിച്ചം കണ്ടപ്പോൾ ചെറിയ മാളങ്ങളിൽ ഒളിച്ചു. വേറെ ചിലതിനെ പരിചാരകർ തല്ലിക്കൊന്നു. രാമഭദ്രൻ തമ്പുരാൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ശ്രീനിവാസക്കിടാവ് ഇവിടെ വന്നിട്ടുണ്ട്. നിലവറയിൽ നിന്ന് പലതും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട്. മോഷണ വിവരം മനസ്സിലാക്കിയതിനു ശേഷമാവണം രാമഭദ്രൻ തമ്പുരാൻ തുരങ്കം അടച്ചത്. തങ്ങൾ കൊണ്ടുവന്ന മെഴുകുതിരികളിൽ ഒന്ന് പരിചാരകൻ ഒരു കല്ലറയുടെ പുറത്ത് കത്തിച്ചു വെച്ചു. നിലവറയിൽ വെളിച്ചം പരന്നു. അതേ കല്ലറയ്ക്ക് മീതെ കയറിയിരുന്നു ശ്രീനിവാസക്കിടാവ്. പിന്നെ അതിൽ കൈകൊണ്ട് ഒന്നടിച്ചു. ഇതിനുള്ളിൽ ഏതാ ശേഖര നമ്മൾ വാരിക്കൊണ്ടുപോയത്? നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും തുടക്കവും ഇവിടെ നിന്നായിരുന്നു. കിടാവ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്നാൽ ഇപ്പോൾ വീണ്ടും നമുക്ക് തൽക്കാലം പിടിച്ചു നിൽക്കണമെങ്കിൽ 1 മുതൽ തുടങ്ങണം. അതിന് ഈ കല്ലറകൾ മുഴുവൻ പൊളിക്കേണ്ടി വന്നാൽ നമ്മൾ അതും ചെയ്യും. പിന്നെ അല്ലാതെ, ശേഖരക്കിടാവ് പിന്താങ്ങി. ഒരുത്തൻ്റെയും മുന്നിൽ നമ്മൾ തോൽക്കില്ല. പിന്നെ തൽക്കാലത്തെ ഈ അജ്ഞാതവാസം ദൈവങ്ങൾക്ക് പോലും, എന്തിന് ദേവേന്ദ്രന് പോലും ഒളിച്ചു താമസിക്കേണ്ടി വന്നിട്ടില്ലേ? അതിനുശേഷം പൂർവ്വ അധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ? അത് കേട്ട് ശേഖരക്കിടാവ് ചിരിച്ചു. നമ്മളും ഉയർത്തെഴുന്നേൽക്കും. അത് പക്ഷേ ശത്രുക്കളെ അമർച്ച ചെയ്തതിന് ശേഷം മാത്രം. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യും. അയാൾ പരിചാരകന് നേരെ തിരിഞ്ഞു. യശോധര, നിന്റെ സഹായമാണ് ഞങ്ങൾക്ക് ഏറെ വേണ്ടത്. നിന്നെ ഒരുത്തനും സംശയിക്കില്ല. ആവശ്യമുള്ളപ്പോൾ നിന്നെ ഞങ്ങൾ പുറത്തേക്ക് അയക്കും. വള്ളം പൊന്തക്കാടുകൾക്കിടയിൽ കെട്ടിയിട്ടിരിക്കുന്നതിനാൽ ഒരാളും കണ്ടുപിടിക്കത്തുമില്ല. ശ്രീനിവാസക്കിടാവ് ഒന്ന് നിർത്തി. ആർത്തി തിളങ്ങുന്ന യശോധരൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് തുടർന്നു. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മടങ്ങുന്ന ദിവസം, അന്ന് നീ കോടീശ്വരനായിരിക്കും. നിലമ്പൂരെ ഏതൊരു വലിയ പണക്കാരനെ പോലെ നീയും അന്തസ്സായി ജീവിക്കും, ആഡംബരത്തോടെ. യശോധരന് തൻ്റെ ശരീരത്തിൽ കുളിരുണ്ടാകുന്നത് പോലെ തോന്നി.
മതി കിടാവൂ സാറേ, എനിക്കത് മതി. ഇത്രയും കാലം എന്നെ പരിഹസിച്ചിരുന്നവർക്ക് ഒരു മറുപടി. അതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ സാറിൻ്റെ വാലാട്ടി നടന്നിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്ന ഒത്തിരി അവന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവന്മാർക്ക് മുന്നിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം സാറിൻ്റെ കൂടെ നടന്നതിൻ്റെ ഗുണം. അത് നടന്നിരിക്കും യശോധര. പറഞ്ഞത് ശേഖരനാണ്. ഒപ്പം അയാൾ യശോധരൻ കാണാതെ ശ്രീനിവാസക്കിടാവിനെ നോക്കി കണ്ണിറുക്കുകയും ചെയ്തു. ഇവനറിയില്ലല്ലോ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കല്ലറകളിൽ ഒന്നിൽ അന്ത്യവിശ്രമം കൊള്ളുമെന്ന്. യശോധരൻ ആർത്തിയോടെ ചുറ്റും നോക്കുകയായിരുന്നു ഓരോ കല്ലറയിലേക്കും. എങ്കിൽ ഇന്നു മുതൽ നമുക്ക് പൊളിച്ചു തുടങ്ങിയാലോ സാറേ? അയാൾക്ക് തിടുക്കമായി. ഇന്ന് വേണ്ട, ഏതാനും ദിവസത്തെ ക്ഷീണമുണ്ട്. ഇന്ന് ശരിക്കും ഉറങ്ങണം. ഈ കല്ലറകളാണ് നമ്മുടെ കട്ടിൽ. ഇതിനു മുകളിൽ മെത്തയുണ്ടെന്ന് കരുതി നമ്മൾ അങ്ങ് കിടക്കും. കിടാവ് ചിരിച്ചു. ആ, ഓരോന്ന് ഒഴുക്കി യശോധര. യശോധരൻ തങ്ങൾ കൊണ്ടുവന്ന മദ്യക്കുപ്പിയും വെള്ളവും ഗ്ലാസും റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയും എടുത്തു. മൂവരും ഓരോ പെഗ് അകത്താക്കി. പെട്ടെന്ന് ഒരു ശബ്ദം. തുരങ്കവാതിലിലേക്ക് നോക്കിയ മൂവരും നടുങ്ങിപ്പോയി. ഞെട്ടലിൽ യശോധരൻ്റെ കയ്യിൽ നിന്ന് മദ്യ ഗ്ലാസ് വിറപ്പുകൊണ്ടു താഴെ വീണ് ചിതറി. നാവനക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു കിടാക്കന്മാർ. തുരങ്കത്തിൻ്റെ വാതിൽക്കൽ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവർ കുറേ കറുത്ത രൂപങ്ങളെ കണ്ടു. കയ്യിൽ കമ്പിപ്പാര പോലെയുള്ള ആയുധങ്ങൾ, ശിരസിൽ കിരീടം പോലെ തുണി ചുറ്റിയിരിക്കുന്നു. അവരുടെ വെളുത്ത പല്ലുകളും കണ്ണുകളും മാത്രമേ കാണുമായിരുന്നുള്ളൂ. ആരാ ചോദിക്കാൻ നാവനയ്ക്ക് നോക്കി ശ്രീനിവാസക്കിടാവ്. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. പൊടുന്നനെ ഗുഹയിലെ പാറകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറി. കമ്പികൾ കൊണ്ട് അവയിൽ ശക്തമായി ഇടിക്കുന്നതിൻ്റെ ശബ്ദം ഭീകരമായി നിലവറയിൽ മുഴങ്ങി. അടുത്ത നിമിഷം ഒരു കൂറ്റൻ പാറ ഇളകി ഗുഹയിലേക്ക് വീണു. അതോടെ ഗുഹയുടെ ഭൂരിഭാഗവും മൂടപ്പെട്ടു. കറുത്ത രൂപങ്ങൾ അതിന് അപ്പുറമായിരുന്നു. ഈശ്വര, നമ്മളിനി എങ്ങനെ പുറത്തിറങ്ങും? വല്ല വിധാനയും യശോധരൻ നിലവിളിച്ചു. നമ്മൾ 3 പേരും തള്ളിയാലൊന്നും ആ പാറ മാറുമെന്ന് തോന്നുന്നില്ല. തങ്ങൾ ബന്ധിതരായെന്ന് ആ സെക്കൻഡിൽ കിടാക്കന്മാർ തിരിച്ചറിഞ്ഞു. വീണ്ടും വീണ്ടും പാറകൾ വീഴുന്ന ശബ്ദം. ഒന്നല്ല, ഒരുപാട് കല്ലുകൾ അവന്മാർ ഇളക്കിയിട്ടു. ശേഖരക്കിടാവിൻ്റെ ശബ്ദം വിറച്ചു. ധൈര്യം സംഭരിച്ച് ശ്രീനിവാസക്കിടാവ് ഹെഡ്ലൈറ്റ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് സ്വിച്ചിട്ടു. കടുത്ത വെളിച്ചം തുരങ്കത്തിൻ്റെ വാതിൽക്കിലേക്ക് നീണ്ടു. അയാൾ അവിടേക്ക് ചെന്നു. തുരങ്കത്തിലേക്ക് വെളിച്ചം പായിച്ചു. വീണുകിടക്കുന്ന പാറകൾക്കിടയിലൂടെ വെളിച്ചം നീണ്ടുപോയി. 10-20ലധികം പാറകൾ അവർ ഇളക്കിയിട്ടുണ്ടെന്ന് തോന്നി. അകലെ എവിടെയോ വ്യക്തമാകാത്ത ശബ്ദത്തിൻ്റെ അലകൾ. കിടാവ് തീർത്തും തളർന്നു. അയാൾ തിരിച്ചു വന്ന് കല്ലറയ്ക്ക് മുകളിലിരുന്നു. നമ്മളിനി എന്ത് ചെയ്യും ശേഖര? നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ആരോ വാച്ച് ചെയ്തിട്ടുണ്ട്. ശേഖരക്കിടാവിന് ഉത്തരമില്ല. എലിപ്പത്തായത്തിൽ കുരുങ്ങിപ്പോയ എലികളേക്കാൾ കഷ്ടത്തിലാണ് തങ്ങൾ. അവസാന പ്രതീക്ഷ എന്ന വണ്ണം ശ്രീനിവാസക്കിടാവ് നിലവറയിൽ നിന്ന് മുകളിലേക്കും പടികൾ കയറിപ്പോയി. കോവിലകത്തിനുള്ളിലേക്ക് തുറക്കുവാൻ കഴിയുന്ന നിലവറ അതിൽ പരിശോധിച്ചു. നല്ല കനത്ത വാതിലാണ്. അത് അപ്പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. നിരാശയോടെ കിടാവ് മടങ്ങിയെത്തി. ഒന്നും നടക്കത്തില്ല. നമ്മുടെ അന്ത്യം ഒരുപക്ഷെ ഇവിടെ തന്നെയാ. അയാൾ മദ്യക്കുപ്പി ഉയർത്തി നേരെ വായിലേക്ക് കമഴ്ത്തി. അന്നനാളവും ആമാശയവും എരിഞ്ഞു. കത്തുന്ന പോലും കിടാവ് അറിഞ്ഞില്ല. വീണ്ടും വീണ്ടും മദ്യപിച്ചിട്ട് കിടാക്കന്മാരും പണിക്കാരൻ യശോധരനും ഓരോ കല്ലറകൾക്കും മീതെ കിടന്നു. ആഢ്യൻപാറ CI അലിയാരും SI സുകേഷും 4 കോൺസ്റ്റബിൾമാരും അടങ്ങുന്ന സംഘം അവിടെ എത്തി. അവർ താഴേക്കുള്ള പടികൾ ഇറങ്ങി ജലപാതത്തിന് അടുത്തെത്തി. നല്ല ഒഴുക്കുണ്ടായിരുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ ജലക്രീഡ നടത്തുന്നു. പോലീസ് സംഘം ആരെയും ശ്രദ്ധിച്ചില്ല. പാറകൾക്കിടയിലൂടെ കുത്തിയൊഴുകുന്ന വെള്ളത്തിൽ ചവിട്ടാതെ അവർ ചാടി അപ്പുറം കടന്നു. അവിടെ മുതൽ അങ്ങോട്ട് നിബിഡ വനമാണ്. കാടുകൾ വകഞ്ഞുമാറ്റി അവർ വനത്തിലേക്ക് കയറി. തെല്ലകലെ ജനസഞ്ചാരം തോന്നിപ്പിക്കുന്ന അധികം തെളിച്ചമില്ലാത്ത ഒറ്റയടി പാത പോലെ തോന്നി. അവർ അവിടെ എത്തി. ഇടയ്ക്കിടെ ആളുകൾ ആ വഴി പോകുന്നുണ്ടെന്ന് വ്യക്തം. ചില കാട്ടുകമ്പുകൾ ഒടിച്ച് വഴിയുണ്ടാക്കിയിരുന്നു. 4-5 കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും. പിന്നോട്ട് തിരിഞ്ഞു നോക്കി അലിയാർ ഓർമ്മപ്പെടുത്തി. എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് അവർ വന്നിരിക്കുന്നത്. രാത്രിയിൽ മടങ്ങിയെത്തും വരെ കുടിക്കാനുള്ള വെള്ളവും ലഘുഭക്ഷണവുമെല്ലാം ഓരോരുത്തരുടെയും മുതുകത്തുള്ള ബാഗിൽ ഉണ്ടായിരുന്നു. അട്ടകൾ ധാരാളമുള്ളതിനാൽ അവർ ഗംബൂട്ട്സുകളായിരുന്നു ധരിച്ചത്. എന്നിട്ടും അതിനു മുകളിലൂടെ അകത്തേക്ക് തുളഞ്ഞ് ഇറങ്ങാൻ അവറ്റകൾ ശ്രമിച്ചു. ഇപ്പോൾ 1 ഇഞ്ച് നീളവും ടൊയിൻ വലിപ്പത്തിൽ വണ്ണമേ ഉള്ളുവെങ്കിലും രക്തം കുടിച്ചു കഴിഞ്ഞാൽ അവ വല്ലാതെ വീർക്കുമെന്ന് അവർക്കറിയാം. പിന്നെ കടിവിട്ട് താഴെ വീണമെങ്കിൽ ചുണ്ണാമ്പോ പുകയില വെള്ളമോ സോപ്പോ ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അലിയാരും സംഘവും കയ്യിൽ കരുതിയിരുന്നത് ചുവന്ന ഹിറ്റായിരുന്നു. അരമണിക്കൂറോളം നടന്ന് അവർ ആദ്യ കുന്നിൻ മുകളിലെത്തി. അകലെ പവർ ഹൗസിലെ ജനറേറ്ററിൻ്റെ ശബ്ദം കേട്ടു. പെട്ടെന്ന് 50 മീറ്റർ അകലത്തിൽ കാട്ടുപുല്ലുകൾ ഒന്നിളകി. ഒപ്പം പ്രത്യേകതരം പക്ഷി ചിലയ്ക്കുന്ന പോലെയുള്ള ശബ്ദവും. CI അലിയാരുടെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. തൊട്ടു പിന്നിൽ SIയും മറ്റുള്ളവരും ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. അലിയാർ ശബ്ദം താഴ്ത്തി. ആ കേട്ടത് പക്ഷിയുടെ ശബ്ദമല്ല, ഒരടയാളമാ. കാട്ടിലെ ഈറ്റ കൊണ്ട് ട്രൈബ്സ് ഉണ്ടാക്കുന്ന ഒരു ഉപകരണത്തിലെ ശബ്ദം. അലിയാൽ തുകൽ ഉറയിൽ നിന്ന് റിവോൾവർ എടുത്തു പിടിച്ചു. പേടിക്കേണ്ട കാര്യമില്ല, എന്നാലും ഒരു ഉറപ്പിന്. പോലീസുകാരുടെ മുഖങ്ങൾ വിളറി. കമീൻ. കരുതലോടെ അലിയാർ മുന്നിൽ നടന്നു. എത്ര ശ്രമിച്ചിട്ടും കാൽ കീഴിൽ കരിയിലകൾ ഞെരിഞ്ഞ് ശബ്ദമുണ്ടാക്കി.
അടുത്ത നിമിഷം അലിയാരും കൂടെയുള്ളവരും കണ്ടു. കാട്ടുപുല്ലുകളെ വകഞ്ഞു മാറ്റി പറക്കുന്ന വേഗത്തിൽ ഒരാൾ പാഞ്ഞു പോകുന്നു. മയിൽ പറക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അവനെ പിടിക്കട്ടെ സാർ? SI സുകേഷ് ഓടാൻ ഭാവിച്ചു. വേണ്ട, അലിയാർ പറഞ്ഞു. അവൻ ആക്രമണകാരിയല്ല. ആ സംഘം കുന്നിൻ ചെരുവിലൂടെ താഴേക്കിറങ്ങി. സ്ഫടികം പോലെ ഒഴുകുന്ന ജലമുള്ള വീതി തീരെ കുറഞ്ഞ ഒരു തോടുണ്ടായിരുന്നു താഴ്വരയിൽ. അല്പനേരം കൂറ്റൻ മരങ്ങൾക്കിടയിൽ അവർ വിശ്രമിച്ചു. ചീവീടുകളുടെ കർണകഠോരമായ ശബ്ദം എത്ര ശ്രദ്ധിച്ചിട്ടും ഒരെണ്ണത്തിന് മാത്രമേ അവർക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ. അതിന് ഏതാണ്ട് 2 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയും ഉണ്ടായിരുന്നു. മരത്തടിയിൽ ഇരിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയാനാവാത്ത നിറം. 10 മിനിറ്റ് കഴിഞ്ഞ് ഐസിൻ്റെ കുളിർമയുള്ള കാട്ടുചാലയിൽ നിന്ന് മുഖം കഴുകിയിട്ട് അവർ യാത്ര തുടർന്നു. ഏകദേശം 4 മണിക്കൂർ. നമ്മൾ മടങ്ങി വരും മുമ്പ് നേരം ഇരുട്ടും, ഒരു കോൺസ്റ്റബിൾ പിറുപിറുത്തു. അലിയാർ അത് കേട്ടെങ്കിലും മറുപടി നൽകിയില്ല. അവർ ഒരിടത്തു കൂടി വിശ്രമിക്കാനിരുന്നു. കരുതിയിരുന്ന ലഘുഭക്ഷണം കഴിച്ചു. വെള്ളം കുടിച്ചു. കുറച്ചകലെ എവിടെയോ ഒരു പട്ടിയുടെ കുരക്കേട്ടു. നമ്മൾ എത്താറായി. അലിയാർ ആവേശത്തോടെ എഴുന്നേറ്റു. അവർ നമുക്ക് നേരെ വിഷം പുരട്ടിയ അമ്പോ മറ്റോ അയക്കുമോ സാറേ? SI സുകേഷ് അലിയാരെ നോക്കി. അലിയാർക്ക് ചിരി വന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത്തരം രംഗങ്ങൾ സിനിമയിലെ കാണൂ. അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ ചെന്നവരാണെന്ന് അവർക്ക് തോന്നണം. 200 മീറ്റർ കൂടി ചെന്നപ്പോൾ വൃക്ഷങ്ങൾക്ക് താഴെ വെട്ടിത്തെറിച്ച ഒരു ഭാഗം കണ്ടു. അവിടെ ചെറിയ കുടിലുകൾ, പ്ലാസ്റ്റിക് ടാർപ്പാളിൻ കൊണ്ടും പുല്ലുകൾ കൊണ്ടും മേൽക്കൂര ഉണ്ടാക്കിയവ. ഏതാണ്ട് 50ഓളം കുടിലുകൾ കാണുമെന്ന് തോന്നി. 2 വൃക്ഷങ്ങൾക്ക് മുകളിൽ ഏറുമാടങ്ങളും ഉണ്ട്. അവയിൽ നിന്ന് താഴേക്ക് പെരുമ്പാമ്പുകളെ പോലെ തൂങ്ങിക്കിടക്കുന്ന ഗോവണികൾ. കാട്ടുകമ്പുകൾ കൊണ്ടും കാട്ടുവള്ളികൾ ചതച്ചു പിരിച്ചുണ്ടാക്കിയ കയറുമായിരുന്നു അവയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. അടുത്തടുത്താണ് കുടിലുകൾ. അവയ്ക്കിടയിലുള്ള ഭാഗം കരിയിലകൾ തൂത്തുമാറ്റി വൃത്തിയായിട്ടിരുന്നു. ഒരു മരച്ചോട്ടിൽ മരം ദൈവങ്ങളുടെ സങ്കല്പമാകണം. ചില പ്രത്യേക ആകൃതി തോന്നിക്കുന്ന കല്ലുകൾ ചാരിവെച്ച് അവയ്ക്ക് മീതെ കാട്ടുപൂക്കളും ചുവന്ന സിന്ദൂരവും വിതറിയിരിക്കുന്നു. മുറ്റത്തിരുന്ന് എന്തോ പണി ചെയ്യുന്ന സ്ത്രീകളാണ് പോലീസ് സംഘത്തെ ആദ്യം കണ്ടത്. അവ്യക്തമായ ഭാഷയിൽ അവർ എന്തോ പറഞ്ഞു. പെട്ടെന്ന് മറ്റു കുടിലുകളിൽ നിന്ന് പുരുഷന്മാർ ഇറങ്ങി വരുന്നു. SI സുകേഷിന് അത്ഭുതം തോന്നി. താൻ സങ്കല്പിച്ച വേഷമല്ല ഇവരുടേത്. മുഷിഞ്ഞ ഷർട്ടും ലുങ്കിയുമാണ് പുരുഷന്മാർക്ക്. ചെറിയ പെൺകുട്ടികൾക്ക് പാവാടയും ഉടുപ്പും. സ്ത്രീകളിൽ ചിലർക്ക് നൈറ്റി. ചിലർ ഒറ്റ ശാല ചുറ്റി അത് തോളിലൂടെയിട്ട് ശരീരം പൊതിഞ്ഞിരിക്കുന്നു. അവരിൽ പ്രായമേറിയവരിൽ ചിലർ ബ്ലൗസ് ധരിച്ചിരുന്നില്ല. ഇവിടുത്തെ പല കുട്ടികളും കുറുക്കുവഴിയെ പുറത്തെത്തി സ്കൂളിൽ പോകുന്നുണ്ട്. പിന്നെ ട്രൈബ്സിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരുമുണ്ട്. ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവരും ഉണ്ടാകാം. അലിയാർ മറ്റുള്ളവരോട് പറഞ്ഞു. നമ്മൾ ഇവരെ ഒട്ടും കുറച്ചു കാണാൻ പാടില്ല. അത് ഇവരെ ചൊടിപ്പിച്ചേക്കും. കുടിലുകളിൽ നിന്ന് പുറത്തിറങ്ങിയ പുരുഷന്മാർ ഭവ്യതയോടെ പോലീസിന് മുന്നിൽ വന്നു നിന്നു. എന്നാൽ സാർ, ഈ വഴിയൊക്കെ? കൂട്ടത്തിൽ പ്രായമുള്ള ആൾ തിരക്കി. അയാളായിരിക്കും കാണി എന്ന് അലിയാർ ഊഹിച്ചു. നാട്ടിലെ ചില കള്ളന്മാർ കാട് കയറിയിട്ടുണ്ടെന്നറിഞ്ഞു. അവരെ തിരഞ്ഞു വന്നതാ. അലിയാർ തൻ്റെ മനസ്സിൽ ലക്ഷ്യം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. വൃദ്ധൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അങ്ങനെ ആരും വന്നില്ല സാർ. വരുന്നോന്ന് ശ്രദ്ധിച്ചോണം. വൃദ്ധൻ തലയാട്ടി. പെട്ടെന്ന് അലിയാർ തന്നെ ബാഗിൽ നിന്ന് വടക്കേ കോവിലകത്തു നിന്ന് ലഭിച്ച കമ്പിളി എടുത്തു കാണിച്ചു. ഇത് ഇവിടെ ആരുടെയെങ്കിലും ആണോ? പോലീസ് സംഘം ഓരോ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. ഭാവമാറ്റം ഉണ്ടോ എന്നറിയുവാൻ. അങ്ങനെയൊന്നും കണ്ടില്ല. അലിയാർ അല്പനേരം ചിന്തിച്ചു നിന്നു. ഇത് ഞങ്ങളുടെ അല്ല സാർ, വൃദ്ധൻ അറിയിച്ചു. അലിയാർ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് വൃദ്ധൻ്റെ മുഖത്തിന് നേർക്ക് പിടിച്ചു. ഇയാളിനറിയുമോ? വൃദ്ധൻ്റെ കണ്ണുകളിൽ ഒരു ഭാവമാറ്റം. വൃദ്ധൻ വീണ്ടും വീണ്ടും ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അലിയാർ അയാളുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. വൃദ്ധൻ്റെ ചുണ്ടുകൾ ചലിക്കുന്നത് കണ്ടു. ഇത് പാഞ്ചാലി തമ്പുരാട്ടിയുടേതല്ലേ? വിറയ്ക്കുന്ന കൈനീട്ടി അയാൾ ഫോട്ടോ വാങ്ങി. അതെ, CA അലിയാർ സമ്മതിച്ചു. അറിയുമോ നേരത്തെ ഇവളെ? അറിയും. എത്രയോ വട്ടം ഞങ്ങൾക്ക് ചോറ് വിളമ്പി തന്നിരിക്കുന്നു. രാമഭദ്രൻ തമ്പുരാൻ ഉള്ളപ്പം. പിന്നെ ദക്ഷിണം, തുണി ഒക്കെ. വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ തമ്പുരാട്ടിക്കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? വൃദ്ധൻ തലകുലുക്കി. പുകയില കറ പിടിച്ച അയാളുടെ പല്ലുകൾ ഞെരിയുകയും കുഴിഞ്ഞ കണ്ണുകൾ പുറത്തേക്ക് തള്ളുകയും ചെയ്തു. കൊന്നതാ തമ്പുരാട്ടിക്കുട്ടീനെ, ഞങ്ങൾക്ക് ഉറപ്പാ. അലിയാർ മറ്റു മുഖങ്ങളിലേക്കും ശ്രദ്ധിച്ചു. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരിലും ഒരു തരം പക കത്തുന്നു. അയാൾ വിഷയം മാറ്റി. രാമഭദ്രൻ തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു അല്ലേ? ഒത്തിരി. പ്രയാസകാലത്ത് അരിയും മറ്റും സാധനങ്ങളൊക്കെ തന്നിരുന്നു. ഇവിടെ അവർ പോലീസുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കുടിലിൻ്റെ ചതുരത്തിൽ കമ്പുകെട്ടിയുണ്ടാക്കിയ കിളിവാതിൽ പോലെയുള്ള ജനാലയ്ക്ക് പിന്നിൽ ഒരാൾ നോക്കി നിന്നിരുന്നു. കരിമ്പടം പുതച്ച കത്തിക്കരിഞ്ഞതുപോലെ ഒരു രൂപം. യാദൃശ്ചികമായി അലിയാരുടെ കണ്ണുകൾ അവിടെ പതിഞ്ഞു. അയാൾ SI സുകേഷിന് ഒരു സിഗ്നൽ നൽകി. സുകേഷും സൂത്രത്തിൽ അവിടേക്ക് നോക്കി. പക്ഷേ അപ്പോൾ ആരും അവിടെയില്ലായിരുന്നു. എങ്കിൽ ഞങ്ങൾ മടങ്ങുകയാണ്. അലിയാർ കാണിയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ തിരികെ വാങ്ങി. വൃദ്ധൻ്റെ മുഖത്ത് ഒരാശ്വാസഭാവം മിന്നി. ഒരു കോണിൽ ചാക്കിൽ എന്തോ നിർത്തിയിരിക്കുന്നത് അലിയാർ കണ്ടു. അതെന്താ? കുന്തിരിക്കമാ സാറേ, വൃദ്ധൻ അറിയിച്ചു. ഈ ഭാഗത്ത് കുന്തിരിക്ക മരം ഉണ്ട് അല്ലേ? ഉണ്ട്. അലിയാർ തലയാട്ടി. ചിലപ്പോൾ എനിക്ക് കുറച്ച് കുന്തിരിക്കം വേണ്ടി വരും. ഇപ്പോൾ വേണോ സാറേ? തരാം. വൃദ്ധൻ തിരിയാൻ ഭാവിച്ചു. വേണ്ട. അലിയാർ ചിരിച്ചു. ആവശ്യമുള്ളപ്പോൾ ഞാൻ പറയാം.
പിന്നെ അലിയാർ കാണിയുടെ തോളിൽ കൈവച്ചു. ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. സംശയമുള്ള ആരെ ഈ കാട്ടിൽ കണ്ടാലും വിടരുത്. വിട്ടാൽ കുറ്റം ചെയ്യുന്നത് പോലെ തന്നെയാണ് കുറ്റവാളിയെ രക്ഷിക്കുന്നു. കടുത്ത സ്വരമായിരുന്നു അലിയാരുടേത്. വൃദ്ധൻ്റെ കണ്ണിൽ പേടിയുടെ നിഴൽ. ഞങ്ങൾ അങ്ങനെ ആരെയും രക്ഷിക്കത്തില്ല സാറേ. നന്നായി. അലിയാർ തൻ്റെ സംഘത്തെയും കൂട്ടി തിരിഞ്ഞു നടന്നു. അതിനിടെ സൂത്രത്തിൽ ഇടംവലം നോക്കി. ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് കരിമ്പടം പുതച്ചയാൾ പിന്നോട്ട് നീങ്ങുന്നത് കണ്ടു. നേരം സന്ധ്യയാകുകയാണ്. താഴ്വരയിൽ നിന്ന് ആ സംഘം കുന്നിൻ മുകളിലെത്തി. ഇനി എല്ലാവരും ഹെഡ്ലൈറ്റ് എടുത്തു വെച്ചോ. വളരെ പെട്ടെന്നാവും ഇവിടെ ഇരുൾ പരക്കുന്നത്. മറ്റുള്ളവർ ബാഗിൽ നിന്ന് ഹെഡ്ലൈറ്റുകൾ എടുത്തു. അത് ശിരസിൽ ഉറപ്പിച്ചു. ഇനി കുന്നിൻ്റെ അങ്ങേ ചെരുവിലേക്ക് ഇറങ്ങുകയാണ്. സാർ, പെട്ടെന്ന് SI സുകേഷ് തിരക്കി. ശരിക്കും നമ്മളിവിടെ വന്ന് ആ കമ്പിളിയെക്കുറിച്ച് അന്വേഷിക്കാനാണോ? അതോ? കമ്പിളി മാത്രമല്ല സുകേശ, കണ്ണിൽപ്പെടാത്ത പലതും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. അത് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യവും. അത് വിജയിച്ചു. ഇപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി. വടക്കേ കോവിലകത്ത് കുന്തിരക്കത്തിൻ്റെ ഗന്ധം ഉണ്ടാകുന്നതിൻ്റെ വഴി. തൽക്കാലം കൂടുതലൊന്നും പറയുവാൻ നിവൃത്തിയില്ല. എന്നാൽ ഒന്നുറപ്പിക്കാം, ഈ കേസിൻ്റെ പരിസമാപ്തി ആരും കരുതാത്ത രൂപത്തിലായിരിക്കും. അലിയാർ സാറിന് വ്യക്തമായ എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. SI സുകേഷിന് ഉറപ്പായി. നേരം കുറച്ചുകൂടി ഇരുട്ടി. എല്ലാവരും ഹെഡ്ലൈറ്റുകൾ തെളിച്ചു. എവിടെയോ ആനയുടെ ചിഹ്നം വിളി കേട്ടു. അവർക്ക് ഉൾക്കിടിലമുണ്ടായി. ആനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പെട്ടുപോയാൽ തങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഭീതി പക്ഷേ ആരും പുറത്തു പ്രകടിപ്പിച്ചില്ല. നേരം പുലർന്നു. പക്ഷേ വടക്കേ കോവിലകത്തെ നിലവറയ്ക്കുള്ളിൽ ഇരുട്ടായിരുന്നു. പണിക്കാരൻ യശോധരൻ തൻ്റെ സെൽഫോൺ എടുത്തു നോക്കി. 7:30. ഇവിടെ ഫോൺ ചാർജ് ചെയ്യാനും സാധിക്കില്ല. തൻ്റെ ഫോണിൻ്റെ ബാറ്ററി ചാർജും തീരാറായിരിക്കുന്നു എന്ന് അയാൾ അറിഞ്ഞു. ഇരുളിൽ തപ്പിത്തടഞ്ഞ് യശോധരൻ മെഴുകുതിരി തെളിച്ചു. ഉണർന്നു കിടക്കുകയായിരുന്ന കിടാക്കന്മാരും എഴുന്നേറ്റു. പ്രാഥമിക കൃത്യങ്ങൾ നടത്താൻ പോലും വേറൊരിടമില്ല. അവർ പരസ്പരം നോക്കി. TV-യിലും പത്രങ്ങളിലുമൊക്കെ വന്നിട്ടുള്ള ചില വാർത്തകളാണ് അവർ ഓർത്തത്. ചില ഖനികളിലും ഗുഹകളിലുമൊക്കെ പ്രകൃതിക്ഷോഭം കാരണം കുടുങ്ങിപ്പോയവർ. ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും കിട്ടാതെ, മരണത്തിനും ജീവിതത്തിനുമിടയിൽ മരണത്തോട് മല്ലടിച്ച്, ശുദ്ധവായുവിന് കൊതിച്ച് ഇവിടെ തൽക്കാലത്തേക്ക് ഭക്ഷണത്തിന് മുട്ടില്ല എന്നത് മാത്രമാണ് ഒരു വ്യത്യാസം. ബാക്കി കാര്യങ്ങളിലെല്ലാം ഒന്നുപോലെ തന്നെ. MLA ശ്രീനിവാസക്കിടാവ് ചിന്തിച്ചു. പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾ ഈ നിലയിൽ നിർവഹിച്ചാൽ പിന്നെ ഇവിടെ കയറാൻ തന്നെ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും സാർ? യശോധരൻ വയറു തടവി. കിടാക്കന്മാർക്ക് കാര്യം മനസ്സിലായി. ശേഖരക്കിടാവ് കല്ലറയ്ക്ക് മുകളിൽ നിന്നിറങ്ങി. യശോധര, കല്ലറ പൊളിക്കാൻ കൊണ്ടുവന്ന പാരയെടുക്ക്. ഒരവസാന കൈ നടത്തി നോക്കാം. അനുജൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശ്രീനിവാസക്കിടാവിന് മനസ്സിലായില്ല. ശേഖരൻ പക്ഷേ കൂടുതലൊന്നും പറയാതെ നിലവറയിലെ കൽപ്പടവുകൾ യശോധരനെയും കൂട്ടി കയറിപ്പോയി. പിന്നെ കേൾക്കുന്നത് എന്തോ കുത്തി അടർത്തുന്നത് പോലെയുള്ള ശബ്ദം. അത് പക്ഷേ ഇടിമുഴക്കങ്ങൾ പോലെയാണ് ശ്രീനിവാസക്കിടാവിന് തോന്നിയത്. എടാ, ഒന്ന് പതുക്കെ. വല്ല പോലീസുകാരോ മറ്റോ കോവിലകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കാൻ കൊണ്ട് വരട്ടെ, കുത്തിക്കീറും ഞാൻ. ശേഖരൻ്റെ മുരൾച്ച പോലെയുള്ള ശബ്ദം. കുറച്ചു നേരം കമ്പിപ്പാര കൊണ്ട് പ്രയത്നിച്ചെങ്കിലും കോവിലകത്തിന് ഉള്ളിലേക്കുള്ള വാതിൽ തുറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വിയർപ്പിൽ കുളിച്ച് ശേഖരക്കിടാവും യശോധരനും മടങ്ങി വന്നു. ഒരു രക്ഷയുമില്ല. പുളിയുടെ കട്ടി കാതൽ കൊണ്ടാണ് ആ വാതിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. കുത്തിയിട്ട് പൊളിയുന്നില്ല. ചതഞ്ഞിരിക്കുകയാണ്. ശേഖരൻ മുണ്ടിൻ്റെ തുമ്പുയർത്തി മുഖം തുടച്ചു. പെട്ടെന്ന് വിജാഗിരികൾ തിരിയുന്നത് പോലൊരു ശബ്ദം. പിന്നെ പുറത്തു നിന്നുള്ള ചതുര വെളിച്ചം കൽപ്പടവുകൾക്ക് മുകളിലേക്ക് പതിച്ചു. മൂവരും ഞെട്ടിപ്പോയി. കോവിലകത്തിനുള്ളിൽ പോലീസുണ്ട്. ശബ്ദം കേട്ട് അവർ വരികയാ. ശ്രീനിവാസക്കിടാവ് അടക്കം പറഞ്ഞു. ഇങ്ങ് വരട്ടെ, ഈ കല്ലറയ്ക്കുള്ളിൽ അവനെയൊക്കെ കിടത്തുന്. ശേഖരൻ പെട്ടെന്ന് കമ്പിപ്പാര എടുത്ത് തയ്യാറായി. 6 കണ്ണുകൾ കൽപ്പടവിന് നേർക്കായിരുന്നു. പോലീസ് ഷൂസ് അണിഞ്ഞ കാലുകൾ പ്രത്യക്ഷപ്പെടുന്നത് നോക്കി അവർ ശ്വാസം പോലെ നിയന്ത്രിച്ചു നിന്നു. അല്പനേരം പിന്നിട്ടു. ആരും ഇറങ്ങി വന്നില്ല. ഞാൻ പോയി ഒന്ന് നോക്കട്ടെ സാറേ? യശോധരൻ അനുവാദം തേടി. കിടാവ് മന്ത്രിച്ചു. പക്ഷേ സൂക്ഷിക്കണം. കരുതലോടെ യശോധരൻ പടവുകൾ കയറി. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. യശോധരൻ വാതിലിന് അപ്പുറത്തേക്ക് നോക്കി. നിലവറയുടെ പഴയ താഴ് അവിടെ തറയിൽ കിടക്കുന്നു. അവൻ്റെ മനസ്സ് സന്തോഷത്തിൽ ആറാടി. യശോധരൻ കോവിലകത്തിൻ്റെ നടുമുറ്റം വരെ നടന്നു. എങ്ങും ആരുമില്ല. അയാൾ മടങ്ങി വാതിൽക്കൽ ചെന്നു. നിലവറയിലേക്ക് തല നീട്ടി വർദ്ധിച്ച ഉത്സാഹത്തോടെ വിളിച്ചു. സാറന്മാരെ, ഇങ്ങ് പോരെ, ഇവിടെ ആരുമില്ല. പ്രാണരക്ഷാർത്ഥം ഓടുന്നത് പോലെയാണ് കിടാക്കന്മാർ കൽപ്പടവുകൾ ചാടിക്കയറി വന്നത്. ഇത് പിന്നെ എങ്ങനെയാണ് തുറന്നത്? യശോധരൻ തറയിൽ കിടന്ന താഴ് എടുത്തു കാണിച്ചു. അതെങ്ങനെ? ശ്രീനിവാസക്കിടാവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഞങ്ങൾ അപ്പുറം നിന്ന് കഥകിൽ ഒരുപാട് കുത്തു നടത്തിയില്ലേ? അതിൻ്റെ ഷോക്കിൽ താഴ് തനിയെ തുറക്കപ്പെട്ടു പോയി. അത് ശരിയാണെന്ന് കിടാക്കന്മാർക്കും തോന്നി. വിശദമായി പിന്നെ ചിന്തിക്കാം പറഞ്ഞിട്ട് ശ്രീനിവാസക്കിടാവ് ബാത്റൂമിന് നേർക്ക് ഓടി. മൈസൂര് ത്രിവേണി സംഗമത്തിന് അല്പം അകലെയുള്ള ഒരു പഴയ ലോഡ്ജിലായിരുന്നു ചന്ദ്രകലയും പ്രജീഷും. കർണാടക വിട്ട് എവിടേക്ക് പോകണമെങ്കിലും കോടതിയുടെ അനുവാദം വേണമായിരുന്നു. ജാമ്യ ഉത്തരവിൽ പറഞ്ഞിരുന്നത്
തങ്ങൾക്ക് എല്ലാം ഒരു സ്വപ്നം പോലെയാണ് ഇരുവർക്കും തോന്നിയത്. ഡൽഹിയിൽ നിന്ന് വക്കീൽ വന്ന് തങ്ങളെ ജാമ്യത്തിലിറക്കുക, പിന്നെ 5 ലക്ഷം രൂപ കയ്യിൽ തന്നിട്ട് ഇവിടെ താമസിക്കാൻ പറയുക. ആരാണ് അയാളെ അയച്ചതെന്ന് ചോദിച്ചിട്ട് പോലും ഉത്തരം തന്നില്ല. വേറെ ആരോ വരുമെന്നും അയാൾ പറയുന്നത് പോലെ ചെയ്യണം എന്നുമായിരുന്നു നിർദ്ദേശം. ആരാണ് വരുന്നതെന്നോ എപ്പോൾ വരുന്നെന്നോ പറഞ്ഞിട്ടില്ല. തങ്ങൾക്ക് ഒരു സെൽഫോണും വക്കീൽ തന്നു. പക്ഷേ ഈ നിമിഷം വരെ അതിൽ ആരും വിളിച്ചിട്ടില്ല. ആകെ ഒരു നിഗൂഢത. ഒരു നെയിൽ കട്ടർ ഉപയോഗിച്ച് കൈകളിലെ നഖം വെട്ടുകയായിരുന്നു ചന്ദ്രകല. നെയിൽ പോളിഷ് അങ്ങിങ്ങ് ഇളകിപ്പോയിരിക്കുന്നു. തൻ്റെ നഖങ്ങൾ ഒരിക്കലും ഇത്രമാത്രം ഭംഗി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിട്ടില്ലെന്ന് അവൾ ഓർത്തു. എന്തോ ശബ്ദം കേട്ട് അവൾ പിന്നോട്ട് തിരിഞ്ഞു. പ്രജീഷാണ്. അയാൾ ദീർഘശ്വാസം വിട്ടുകൊണ്ട് കട്ടിലിൽ മലർന്നു കിടക്കുന്നു. എന്തു പറ്റി പ്രജീഷ്? ചന്ദ്രകല തിരക്കി. ഇതിൽ കൂടുതൽ ഇനി എന്തു പറ്റാനാ? അയാളുടെ ശബ്ദത്തിൽ ആത്മനിന്ദയും പരിഹാസവും. ചന്ദ്രകല മിണ്ടിയില്ല. ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം പ്രജീഷ് ഇങ്ങനെയാണ്. പെട്ടെന്ന് ദേഷ്യം വരും, തന്നെ കുറ്റപ്പെടുത്തും, എല്ലാത്തിനും കാരണക്കാരി താനാണെന്ന് പറയും. ശാരീരികമായും മാനസികമായും പ്രജീഷ് ആകെ തളർന്നിരിക്കുന്നു. തൻ്റെ പ്രതിബിംബം പോലും കണ്ണാടിയിൽ കാണുവാൻ ചന്ദ്രകലയ്ക്ക് ഭയമാണ്. നേരത്തെയുണ്ടായിരുന്ന തൻ്റെ സൗന്ദര്യം ജയിൽ ജീവിതത്തോടുകൂടി നശിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നരകമായിരുന്നു ജയിൽ. പ്രജീഷിനോട് താൻ പലതും മറച്ചു വച്ചിരിക്കുകയാണ്. വനിതാ ജയിലായിരുന്നെങ്കിലും അവിടുത്തെ CCTV ഓഫ് ചെയ്തിട്ട് പുരുഷ ജീവനക്കാർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുവാൻ വനിതാ ജീവനക്കാർ തന്നെ ഉണ്ടായിരുന്നു. ഓരോ രാത്രിയും അവർ കടന്നു വന്നത് തൻ്റെ മാംസത്തിനു വേണ്ടിയായിരുന്നു. ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല. എത്രയോ നായ്ക്കൾ തന്നെ കടിച്ചു കുടഞ്ഞു. അതിൻ്റെ എണ്ണമൊന്നും അറിയില്ല. പാഞ്ചാലി അവളോട് ചെയ്തതിനൊക്കെ തനിക്ക് കാലം തരുന്ന മറുപടിയാകുമോ ഇത്? ചന്ദ്രകലയ്ക്ക് ഇപ്പോൾ അങ്ങനെ തോന്നി. മാത്രമല്ല, ഇത് ഒന്നിൻ്റെയും അവസാനമല്ലെന്നും വരാൻ പോകുന്ന ഭീകര വിപത്തിൻ്റെ ആരംഭമാണെന്നും ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ തോന്നി ചന്ദ്രകലയ്ക്ക്. ആ തോന്നലിനെ ഉറപ്പിക്കുവാൻ എന്ന വണ്ണം പൊടുന്നനെ വക്കീൽ നൽകിയ ഫോൺ ബെല്ലടിച്ചു. ചന്ദ്രകല ഒന്ന് ഞെട്ടി. അപ്രതീക്ഷിതമായ ആ ശബ്ദം പ്രജീഷിനെയും നടുക്കി എന്ന് തോന്നുന്നു. അയാൾ ചാടി എഴുന്നേറ്റു. ഫോൺ എടുത്തു നോക്കി. അപരിചിത നമ്പർ. ട്രൂ കോളർ സംവിധാനം ഇല്ലാത്ത പഴയ ഫോണാണ്. പ്രജീഷ് ചന്ദ്രകലയ്ക്ക് നേരെ തിരിഞ്ഞു നോക്കി. ഫോൺ എടുക്ക്. അവൾ ആംഗ്യം കാണിച്ചു. പ്രജീഷ് കാളെടുത്തു. ഹലോ, പ്രജീഷ് അല്ലേ? ചോദ്യം മലയാളത്തിലാണ്. അതെ, ആരാണ്? തൽക്കാലം എനിക്ക് പേര് പറയുവാൻ നിവൃത്തിയില്ല. ആരെങ്കിലും കോൾ ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അകത്താകും. അപ്പുറത്തു നിന്ന് താഴ്ന്ന ശബ്ദം വന്നു. ശരി, പേര് പറയേണ്ട, കാര്യം പറയാമല്ലോ. പ്രജീഷ് വിനയം ഭാവിച്ചു. പറയാം. അഡ്വക്കേറ്റ് ചിലതെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും പേടിക്കണ്ട. ചെവി അറിയാതെ നിങ്ങളെ കർണാടക കടത്തിവിടണം. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. പ്രജീഷിൻ്റെ നെറ്റി ചുളിഞ്ഞു. ആരാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളെ എവിടേക്ക് കൊണ്ടുപോകും? ധൃതിയിൽ അയാൾ തിരക്കി. സോറി, ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ എനിക്ക് നിവൃത്തിയില്ല. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. ശേഷം വീണ്ടും സ്വരം കേട്ടു. ഇപ്പോൾ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. നാളെ രാത്രിയിൽ ഞാൻ വണ്ടിയുമായി വരും. നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. എത്ര മണിക്ക്? സമയം ഇപ്പോൾ പറയാൻ കഴിയില്ല. 10 മണിക്ക് ശേഷം ഏത് സമയത്തും. പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് കാൾ മുറിഞ്ഞു. ചന്ദ്രകല എഴുന്നേറ്റ് അയാളുടെ അടുത്ത് വന്നു. ആരാ വിളിച്ചത്? അയാൾ കാര്യം പറഞ്ഞു. ഇത്തിരി നേരം ചന്ദ്രകല ആലോചിച്ചു. ശേഷം പ്രജീഷിനോട് തിരക്കി. ഈ വരുന്നവരെ നമുക്ക് വിശ്വസിക്കാമോ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ഏതായാലും നമ്മളെ ജാമ്യത്തിൽ ഇറക്കിയവർ മനസ്സിൽ വല്ലതും കാണാതിരിക്കില്ലല്ലോ. വരട്ടെ, നോക്കാം. അയാൾ ഫോൺ കട്ടിലേക്ക് ഇട്ടു. ചന്ദ്രകല പെട്ടെന്ന് അതെടുത്തു. ഇങ്ങോട്ട് വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. സ്വിച്ച് ഓഫ് എന്ന് മറുപടി. വടക്കേ കോവിലകം. തങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളും മദ്യവുമൊക്കെ കിടാക്കന്മാരുടെ നിർദ്ദേശാനുസരണം പണിക്കാരൻ യശോധരൻ കോവിലകത്തിൻ്റെ കിച്ചണിലെത്തിച്ചു. മൂവരും കുളിയും മറ്റും കഴിഞ്ഞിരുന്നു. ശ്രീനിവാസ കിടാവ് കിച്ചണിൽ ഓഫ് ചെയ്തിട്ടിരുന്ന ഫ്രിഡ്ജ് ഓൺ ചെയ്തു. ഐസ് ട്രേയിൽ വെള്ളം നിറച്ചു വെച്ചു. ഏതാനും കുപ്പികളിലും വെള്ളം എടുത്തു വെച്ചു. പിന്നെ കിടാക്കന്മാർ ഡൈനിങ് ടേബിളിന് പിന്നിലിരുന്നു. യശോധരൻ ബ്രെഡും പഴവും മദ്യം നിറച്ച ഗ്ലാസുകളും കൊണ്ടുവച്ചു. പിന്നെ തൻ്റെ വിഹിതവുമായി മറ്റൊരു ഭാഗത്തേക്ക് മാറിയിരുന്നു. കഴിക്കുവാൻ തുടങ്ങി. സമയം കഴിഞ്ഞുപോയി. മൂവർക്കും ആശ്വാസമായി. ഭക്ഷണശേഷം ഏതെങ്കിലും മുറിയിൽ കയറിക്കിടന്ന് ഉറങ്ങാനായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ കോവിലകത്തിൻ്റെ മുറ്റത്ത് ഒരു വാഹനം വന്നു നിന്നു. ജനാലയിലൂടെ എത്തി നോക്കിയിട്ട് യശോധരൻ കിടാക്കന്മാർക്കടുത്തേക്ക് പാഞ്ഞു വന്നു. എന്താടാ? ശ്രീനിവാസ കിടാവ് യശോധരനെ തുറച്ചു നോക്കി. ആരാ പുറത്തു വന്നത്? യശോധരന് പരിഭ്രമം കാരണം നാവ് അനക്കുവാൻ കഴിഞ്ഞില്ല. എടാ, വേഗം പറ. ശേഖരക്കിടാവ് തിടുക്കപ്പെട്ടു. പോലീസാ, CI അലിയാരും സംഘവും. ശിരസിൽ ഒരു ബോംബ് പതിച്ചതുപോലെ കിടാക്കന്മാർ നടുങ്ങി. അവർ പരസ്പരം തുറച്ചു നോക്കി. യശോധര, വേവലാതിയോടെ MLA ശബ്ദം താഴ്ത്തി. നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ യാതൊരു സൂചന പോലും അയാൾക്ക് കിട്ടരുത്. പെട്ടെന്ന് പോയി നമ്മുടെ സാധനങ്ങൾ ഒളിപ്പിക്കേ. ഫ്രിഡ്ജും ഓഫ് ചെയ്തിട്ട്. യശോധരൻ അടുക്കളയിലേക്ക് ഓടി. ചേട്ടാ, നമ്മൾ എവിടെ ഒളിക്കും? ശേഖരൻ ശ്രീനിവാസക്കിടാവിനോട് തിരക്കി. ശ്രീനിവാസക്കിടാവിൻ്റെ കണ്ണുകൾ ഇടം വലം വെട്ടി. നിലവറയിൽ ഇനി കയറുന്നത് സേഫല്ല, നീ വാ. കിടാവ് മുന്നിലോടി. പിന്നാലെ ശേഖരനും. ആദ്യം അവർ നിലവറയുടെ വാതിൽ ചേർത്തടച്ചു. പിന്നെ തുറക്കപ്പെട്ട താഴെ ആണെങ്കിലും അതിൽ തൂക്കിയിട്ടു. പെട്ടെന്ന് അവൻ
കണ്ടുപിടിക്കാൻ പോകുന്നില്ല. തുടർന്ന് അവരും കോവിലകത്തിൻ്റെ കിച്ചണിലെത്തി. യശോധരൻ തങ്ങളുടെ സാധനങ്ങൾ ഒളിപ്പിക്കുകയും ഫ്രിഡ്ജ് ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഓട്ടുമണികളുടെ കിലുക്കം കേട്ടു. അലിയാർ കോവിലകത്തിൻ്റെ ആനവാതിൽ തുറന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. ഇനി ഇടനാഴിയിലേക്ക് ഇറങ്ങിയാൽ അപകടമാണ്. ശ്രീനിവാസക്കിടാവിൻ്റെ കണ്ണുകൾ കോവിലകത്തെ സ്റ്റോർ റൂമിൻ്റെ വാതിലിൽ തറഞ്ഞു. ഇങ്ങോട്ട് വരീൻ. അയാൾ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. പിന്നാലെ ശേഖരനും യഹോദരനും. ശേഷം ശബ്ദം കേൾപ്പിക്കാതെ അകത്തുനിന്ന് അത് ലോക്ക് ചെയ്തു. CI അലിയാരും SI സുകേഷും അടങ്ങുന്ന സംഘം ഇതിനോടകം ഇടനാഴിയിലെത്തിയിരുന്നു. അവർ നേരെ പോയത് പാഞ്ചാലിയുടെ മുറിയിലേക്കാണ്. നോക്ക് സുകേഷേ, ഈ മുറി മാത്രം ഇപ്പോഴും ഇങ്ങനെ വൃത്തിയായി കിടക്കുന്നത് കണ്ടോ? സുകേഷ് ശ്രദ്ധിച്ചു. ശരിയാണ്, തറയിൽ പോലും ഒരിത്തിരി പൊടി കാണാനില്ല, തൂത്ത് തുടച്ചിട്ടിരിക്കുന്നത് പോലെ. എന്താ സാർ, ഈ മുറി മാത്രം ഇങ്ങനെ? സുകേഷ് അർദ്ധശങ്കയോടെ തിരക്കി. ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുന്ന നിമിഷം പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഒരുപക്ഷെ ഈ കേസ് തന്നെ അവസാനിച്ചെന്നും വരും. CI പറയുന്നത് എന്താണെന്ന് SIക്ക് ഇപ്പോഴും മനസ്സിലായില്ല. നേരത്തെ പുഞ്ചിരിയോടെ അലിയാർ തൻ്റെ കൈവശമിരുന്ന ഒരു കടലാസ് പൊതി തുറന്നു. അതിനുള്ളിൽ ആ കമ്പിളിയായിരുന്നു നേരത്തെ കോവിലകത്ത് നിന്ന് കിട്ടിയത്. അലിയാർ അത് മടക്കി പാഞ്ചാലിയുടെ കട്ടിലിൽ വെച്ചു. ഇതെന്തിനാ സാർ ഇവിടെ വയ്ക്കുന്നത്? സുകേഷ് നെറ്റിച്ചുളിച്ചു. ഇര വച്ച് എലിയെ പിടിക്കാറില്ലേ സുകേഷേ? അതുപോലെ ഒരു പരീക്ഷണം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നാളെ നമ്മൾ വരുമ്പോൾ ഈ കമ്പിളി ഇവിടെ ഉണ്ടാകില്ല. അങ്ങനെ വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ കോവിലകത്തെ പ്രേതകഥ പൊളിയും. അലിയാർ തിരിഞ്ഞു. പോകാം. പോലീസ് സംഘം കോവിലകം വിട്ടു. ബൊലേറോയുടെ ശബ്ദം അകന്നു പോകുന്നത് സ്റ്റോർ റൂമിലിരുന്ന് കിടാക്കന്മാരും യശോധരനും കേട്ടു. എങ്കിലും അല്പനേരം കൂടി കാത്തിരുന്ന ശേഷമാണ് അവർ വാതിൽ തുറന്നത്. കോവിലകത്തിനുള്ളിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കി. എന്നാലും എന്തിനായിരിക്കും അലിയാർ വന്നത്? കിടാക്കന്മാർ പരസ്പരം നോക്കി. ശ്രീനിവാസക്കിടാവ് ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് ലൈറ്ററിൻ്റെ നാളത്തിൽ തീ പകർന്നു. നിലമ്പൂർ ഗസ്റ്റ് ഹൗസ്. അവിടെ അലിയാരെ കാത്തിരിക്കുകയായിരുന്നു SP ഷാജഹാൻ. അലിയാർ കടന്നു ചെന്ന് സല്യൂട്ട് നൽകി. സാർ, താൻ ഇരിക്കടോ, ഒരു സന്തോഷം പറയാനുണ്ട്. താങ്ക് യു സാർ. ഷാജഹാനെതിരെ അലിയാർ ഇരുന്നു. എന്താണ് സാർ സന്തോഷ വർത്തമാനം? ഞാൻ വീണ്ടും മലപ്പുറം SP ആയി ചാർജ് എടുക്കും. 2 ദിവസത്തിനുള്ളിൽ ഉത്തരവുണ്ടാകും. അള്ളാ! അലിയാർ നെഞ്ചിൽ കൈവച്ചു. അയാൾക്ക് ഇതിൽ പരം ഒരാഹ്ലാദം ഇല്ലായിരുന്നു. പിന്നെ കേസിൻ്റെ പുരോഗതി എങ്ങനെ? കിടാക്കന്മാർ ഒളിവിലാണ് സാർ. പക്ഷേ അവർ കേരളം വിട്ടിട്ടില്ലെന്ന് എനിക്കുറപ്പുണ്ട്. മൈസൂർ ജയിലിൽ നിന്ന് ചന്ദ്രകലയ്ക്കും പ്രജീഷിനും ജാമ്യം അനുവദിച്ചു. ഡൽഹിയിൽ നിന്നാണ് അഡ്വക്കേറ്റ് എത്തിയത്. അതിന് പിന്നിലും കിടാവാണെന്ന് എനിക്ക് സംശയമുണ്ട്. തുടർന്ന് തൻ്റെ കണ്ടെത്തലുകളും നിഗമനങ്ങളും അലിയാർ SPക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഷാജഹാൻ അമർത്തി മോളി. ലുക്മി അലിയാർ, നിന്റെ സംശയം ശരിയാണെങ്കിൽ നീതി കിട്ടേണ്ടത് അവൾക്ക് മാത്രമാകണം, പാഞ്ചാലിക്ക്. ഷാജഹാൻ്റെ മറുപടി കേട്ട് അലിയാർ നെറ്റിച്ചുളിച്ചു. സാർ, ചോദ്യം പോലൊരു ശബ്ദം CI അലിയാരുടെ കണ്ടത്തിൽ നിന്നുയർന്നു. SP ഷാജഹാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. അലിയാരെ, മനുഷ്യരാണ് നമ്മൾ. കോടതിക്കും തെളിവുകൾക്കും അപ്പുറം സത്യം എന്ന ഒന്നുണ്ട്. പോലീസുകാരനായ നമുക്ക് ചിലപ്പോൾ സത്യം കണ്ടെത്താനാകും, എങ്കിലും തെളിവുകൾ നിരത്താൻ കഴിയില്ല. അത്തരം കേസുകളിൽ പ്രതികൾ നമുക്ക് മുന്നിലൂടെ നെഞ്ചും വിരിച്ചു നടക്കുന്നത് കാണുമ്പോൾ ആത്മരോഷം ഉള്ളിൽ ഒതുക്കുവാനാവാതെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നിനക്ക് തോന്നിയിട്ടില്ലേ അലിയാരെ? ചിലപ്പോൾ പിസ്റ്റൾ കയ്യിലെടുക്കാനും കുറ്റവാളികളെ വെടിവെക്കാനും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ മറ്റു പലരും നമുക്കെതിരെ തിരിയും, മാധ്യമങ്ങൾ അടക്കം. സത്യം കുഴിച്ചു മൂടപ്പെടുകയും തെളിവുകളുടെ അസാന്നിധ്യം കുറ്റവാളികൾക്ക് തണലേകുകയും ചെയ്യും. അത്തരം എത്രയോ സംഭവങ്ങൾ. കാക്കിക്ക് കാര്യരുമ്പിൻ്റെ കരുത്ത് കണക്കാക്കുന്ന നിന്നെ പോലെയുള്ളവർക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം അലിയാരെ. ഇവിടെ സത്യം ജയിക്കണം, നീതി നടക്കണം. അതിന് ഞാൻ കാണുന്ന ഏക പോംവഴി പാഞ്ചാലിക്ക് നീതി കിട്ടുകയാണ്, SP ഷാജഹാൻ പറഞ്ഞു നിർത്തി. അയാൾ ഉദ്ദേശിച്ചതിൽ പലതും അലിയാർക്ക് വ്യക്തമായില്ലെങ്കിലും വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞുകിടന്നിരുന്ന അർത്ഥത്തിൻ്റെ വ്യാപ്തി ആ മനസ്സ് തിരിച്ചറിഞ്ഞു. അറിയാതെ അയാളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി മിന്നി. വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം. യെസ്, ഷാജഹാൻ പറഞ്ഞു. വാതിൽ തുറന്ന് ഒരു ഗസ്റ്റ് ഹൗസ് ജീവനക്കാരൻ കടന്നു വന്നു. കയ്യിലിരുന്ന ട്രേയിൽ ആവി പറക്കുന്ന ചായ. ടീപ്പോയിൽ ചായ വെച്ചിട്ട് അയാൾ പോയി. കഴിക്കലിയാരെ? ഷാജഹാൻ ഒരു കപ്പ് കയ്യിലെടുത്തു. അലിയാർ ഒരിറക്ക് ചായ കത്താക്കി. നല്ല രുചി. അയാൾ SPയെ നോക്കി. പാഞ്ചാലിക്ക് നീതി കിട്ടിയിരിക്കും സാർ. അതിന് ഏതൊക്കെ വളഞ്ഞ വഴികൾ ഉപയോഗിക്കേണ്ടി വന്നാലും അത് ഞാൻ ചെയ്തിരിക്കും. ഷാജഹാൻ തലയാട്ടി. സമയം സന്ധ്യ. വടക്കേ കോവിലകം. ശബ്ദം താഴ്ത്തി TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കിടാക്കന്മാരും പണിക്കാരൻ യശോധരനും. ചാനലുകൾ തങ്ങളെ വിട്ടിട്ടില്ലെന്ന് കിടാക്കന്മാർ കണ്ടു. ഇരുവരുടെയും തിരോധാനത്തെക്കുറിച്ചായിരുന്നു ന്യൂസുകളുടെ ഹെഡ്ലൈൻ പോലും. കേരള രാഷ്ട്രീയത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാര്യമായിരുന്നു ഒരു MLA ഒളിച്ചു കിടക്കുക എന്നത്. നാരികൾ. ശ്രീനിവാസക്കിടാവ് പല്ലിന് കടിച്ചു. ഇന്നത്തെ രാത്രി ചർച്ചയിൽ അവന്മാർ നമ്മളെക്കുറിച്ചായിരിക്കും പറയുക. ശേഖരക്കിടാവ് തലയാട്ടി. 2 മാസം കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ഇവന്മാരെക്കുറിച്ച് നമ്മളും ഒരു ലൈവ് ഡിസ്കഷൻ നടത്തിയാനെ. അയാളുടെ ശബ്ദത്തിൽ നിരാശയുണ്ടായിരുന്നു. കാരണം MLA ശ്രീനിവാസ് കിടാവിന് ഒരു പുതിയ ചാനൽ ആരംഭിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അനുജൻ ശേഖരൻ്റെ പേരിൽ.
അതിനായി 250 കോടി രൂപ മാറ്റിവയ്ക്കുകയും ചെയ്തിരുന്നു. ചാനലിൻ്റെ പേര് പോലും രജിസ്റ്റർ ചെയ്തിരുന്നു. നിലമ്പൂർ വിഷൻ. എത്ര വേഗമാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞതെന്ന് ശ്രീനിവാസക്കിടാവ് ഓർത്തു. അയാൾ ദീർഘമായി നിശ്വസിച്ചു. പെട്ടെന്ന് കോവിലകത്തിൻ്റെ നിശബ്ദതയിലേക്ക് ലാൻഡ് ഫോണിൻ്റെ ശബ്ദം ചിതറി വീണു. ശേഖരക്കിടാവ് ഓടിപ്പോയി റിസീവർ എടുത്തു. ഒറ്റയക്ഷരം മിണ്ടാതെ കാതോർത്തു. സാറേ, ഞാനാ. അപ്പുറത്തു നിന്ന് പതിഞ്ഞ സ്വരം കേട്ടു. പറഞ്ഞോ. ശേഖരൻ ചുണ്ട് ചലിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ പ്രജീഷും ചന്ദ്രകലയും എൻ്റെ ഒപ്പം വരും. നല്ലത്. മറ്റുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെ. കൂടുതൽ സംസാരിക്കാതെ ശേഖരൻ റിസീവർ കാർഡിൽ വെച്ചു. പിന്നെ ശ്രീനിവാസക്കിടാവിനോട് കാര്യം പറഞ്ഞു. സെൽഫോൺ ഉപയോഗിച്ചാൽ ആപത്താണെന്ന് അറിയാമായിരുന്നതിനാൽ കിടാക്കന്മാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കോവിലകത്തെ ലാൻഡ് ഫോൺ ആയിരുന്നു. അതാകുമ്പോൾ സൈബർ സെല്ലുകൾ നിരീക്ഷിക്കില്ലെന്ന ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. TV-യിൽ ന്യൂസ് അവസാനിച്ചു. യശോധര, വിശക്കുന്നു. ശേഖരൻ പണിക്കാരനെ നോക്കി. ഇപ്പോഴേ എടുത്തു വയ്ക്കാം സാർ. യശോധരൻ കോവിലകത്തെ കിച്ചണിലേക്ക് പോയി. മുരിച്ച റൊട്ടിയും നേന്ത്രപ്പഴം പുഴുങ്ങിയതുമായിരുന്നു അത്താഴത്തിന് കരുതിയിരുന്നത്. കിച്ചണിലേക്ക് ചെന്ന യശോധരൻ പഴം പുഴുങ്ങി വെച്ചിരുന്ന പാത്രം തുറന്നു. അയാളിൽ നിന്ന് അറിയാതെ ഒരു ശബ്ദമുയർന്നു. പാത്രം ശൂന്യം. 6 നേന്ത്രപ്പഴങ്ങൾ 1 മണിക്കൂർ മുൻപ് പുഴുങ്ങി വെച്ചതാണ്. ഇതെവിടെ പോയി? പിറുപുറത്തുകൊണ്ട് അയാൾ ചുറ്റും നോക്കി. എങ്ങും പോയിട്ടില്ല. പെട്ടെന്നൊരു ശബ്ദം. യശോധരൻ ഞെട്ടിത്തിരിഞ്ഞു. ആ ക്ഷണം അയാളുടെ മുഖത്ത് ഒരു പഴത്തിൻ്റെ തൊലി വന്നു വീണു. മുഖം തുടച്ചുകൊണ്ട് തിരിഞ്ഞ യശോധരൻ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. ഒന്ന് വിലപിക്കുവാൻ പോലും കഴിയാതെ അയാൾ അവിടെ തന്നെ ബോധമറ്റു വീണു. കിടാക്കന്മാർ ഡൈനിങ് ടേബിളിന് മുന്നിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. യശോധര, നീ ഇത് എന്തെടുക്കുകയാ? അസ്വസ്ഥനായി ശേഖരക്കിടാവ് വിളിച്ചു ചോദിച്ചു. അതിന് ഉത്തരം കിട്ടിയില്ല. ഇപ്പം കൊണ്ടുവരുമടാ. ശ്രീനിവാസക്കിടാവ് അനുജനെ നോക്കി. ശേഖരൻ അമർത്തിയൊന്ന് മൂളി. ഇത്തരം ഒരവസ്ഥയിൽ അല്ലായിരുന്നെങ്കിൽ അയാൾ ചെന്ന് യശോധരൻ്റെ കവിൾ അടിച്ചു പുകച്ചേനെ. പിന്നെയും സമയം കടന്നുപോയി. ഇന്ന് അവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും പറഞ്ഞുകൊണ്ട് കസേര പിന്നിലേക്ക് തള്ളി ശേഖരക്കിടാവ് ചാടി എഴുന്നേറ്റ് കിച്ചണിലേക്ക് പാഞ്ഞു. യശോധര. ശേഖരക്കിടാവ് ഉറക്കെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കടന്നു ചെന്നു. അടുത്ത നിമിഷം അയാളുടെ കണ്ണുകൾ തറയിൽ പതിഞ്ഞു. അവിടെ കിടക്കുന്നു യശോധരൻ. ചേട്ടാ. ശ്രീനിവാസക്കിടാവിനെ വിളിച്ചുകൊണ്ട് ശേഖരൻ യശോധരൻ്റെ അരികിലിരുന്നു. അനുജൻ്റെ വിളിയിൽ നിന്ന് തന്നെ അപകടം തിരിച്ചറിഞ്ഞ ശ്രീനിവാസക്കിടാവ് കിച്ചണിൽ പാഞ്ഞെത്തി. പല്ലുകൾ കടിച്ചു കോർത്ത നിലയിലായിരുന്നു യശോധരൻ. ഒറ്റനോട്ടത്തിൽ മരിച്ചു കിടക്കുകയാണെന്നേ തോന്നൂ. ഏയ് എടാ. കിടാവ് വേഗം പൈപ്പിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് വെള്ളം പകർന്ന് യശോധരൻ്റെ മുഖത്ത് തളിച്ചു. യശോധരൻ്റെ കൺപോളകൾ ഒന്നനങ്ങി. പിന്നെ ഷോക്ക് അടിച്ചതുപോലെ അയാൾ പിഴഞ്ഞെണീറ്റതും ഒറ്റ അലർച്ചയായിരുന്നു. അയ്യോ, പ്രേതം. കിടാക്കന്മാരും ഭയന്ന് തിരിഞ്ഞു. എടാ, ഇത് ഞങ്ങളാ. ശേഖരൻ അയാളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. സ്ഥലകാലബോധം തിരിച്ചു കിട്ടിയ യശോധരൻ അവരെ തുറച്ചു നോക്കി. ഞങ്ങളെയാണോടാ നീ പ്രേതം എന്ന് വിളിച്ചത്? അല്പനേരം ചകിതനായി ഇരുവരെയും തുറച്ചു നോക്കി യശോധരൻ. ഇവിടെ കണ്ട പ്രേതം എന്തിയേ? കിടാക്കന്മാരുടെ പുരികം ചുളിഞ്ഞു. നീ എന്താടാ വല്ല സ്വപ്നവും കണ്ടോ? സ്വപ്നമല്ല, സത്യം. പ്രേതം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. യശോധരൻ തറയിൽ നിന്ന് പഴത്തൊലി എടുത്തു കാണിച്ചു. ആ പ്രേതം എന്നെ ഇതുകൊണ്ട് എറിഞ്ഞു. കിടാക്കന്മാർക്കൊന്നും മനസ്സിലായില്ല. നീ ഒന്ന് തെളിച്ചു പറയടാ. ശേഖരന് പെരുത്തു കയറി. യശോധരൻ അറിയിച്ചു. നമുക്ക് കഴിക്കാൻ വേണ്ടി പുഴുങ്ങി വെച്ചിരുന്ന നേന്ത്രക്കായ ഒരെണ്ണം പോലും കണ്ടില്ല. ഞാൻ വന്നു നോക്കിയപ്പോൾ. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടതും പഴത്തൊലി എൻ്റെ മുഖത്ത് വന്നു വീണതും. ശ്വാസം കിട്ടാത്തപോലെ യശോധരൻ ഏതാനും സെക്കൻഡുകൾ നിന്നു. ശേഷം തുടർന്നു. ഞാൻ നോക്കുമ്പോൾ കരിമ്പട പുതച്ച ഒരു രൂപം, മുഖമൊക്കെ കത്തിക്കരിഞ്ഞത് കണക്കെ. അത് എൻ്റെ നേരെ വരികയാണെന്ന് തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. സുരേഷിനും ഹേമലതയ്ക്കും ഉണ്ടായി എന്ന് പറഞ്ഞ അനുഭവങ്ങളാണ് ഇരുവർക്കും ഓർമ്മ വന്നത്. പിന്നെ CCTV-യിൽ കണ്ട കാഴ്ചകൾ. എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കുവാൻ ശേഖരന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ സെക്കൻഡിൽ കോവിലകം കിടുങ്ങുന്ന ഒരട്ടഹാസം കേട്ടു. നിനക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരിക്കൽ നിനക്ക് വിശ്വസിക്കേണ്ടി വരും ശേഖര. അതൊരു പക്ഷേ നിന്റെ മരണത്തിന് തൊട്ട് മുമ്പായിരിക്കും. ശേഖരൻ മാത്രമല്ല, ശ്രീനിവാസക്കിടാവും യശോധരനും വിറച്ചുപോയി. വീണ്ടും ആ ശബ്ദം കേട്ടു. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു മടക്കയാത്രയില്ല. തുടങ്ങി വച്ചത് നിങ്ങളാണ് എല്ലാം. രാമഭദ്രൻ തമ്പുരാൻ്റെ കൊലപാതകം മുതൽ. ഇനി അവസാനിപ്പിക്കുന്നത് ഞാനാണ് നിൻ്റെയൊക്കെ കൊലപാതകത്തിലൂടെ തന്നെ. മൂവരും ഭീതിയോടെ ചുറ്റും നോക്കി. പക്ഷേ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിയാനാവുന്നില്ല. കോവിലകത്തിൻ്റെ ഓരോ മൂലയിലും പ്രതിധ്വനിക്കുകയാണത്. ശേഖരക്കിടാവ് ധൈര്യം സംഭരിച്ചു. നീ ആരാണ്? ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വാ. മറുപടിയായി പിന്നെയും ചിരി കേട്ടു. ശരീരമില്ലാതെ ആത്മാവ് മാത്രമായി നിൽക്കുന്ന ഞാൻ മുന്നിൽ വന്നാൽ നിങ്ങൾ എങ്ങനെ കാണും? തൊട്ടരികിലുണ്ട് ഞാൻ. നിങ്ങളുടെ പ്രാണവായുവിൽ പോലും ഞാനുണ്ട്. എന്നെ കൂടിയാണ് നിങ്ങൾ ശ്വസിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങളുടെ ഹൃദയഭിത്തിയെ തകർത്ത് മരണത്തിലേക്ക് വലിച്ചെറിയാൻ എനിക്ക് കഴിയും. അത് പക്ഷേ ഹൃദയസ്തംഭനമായി വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ പാടില്ല. ചെയ്തുപോയ തെറ്റുകളെല്ലാം എണ്ണി എണ്ണി പറയിക്കണം. അതിനുശേഷമേ മരണം എന്ന പ്രതിഭാസത്തിലേക്ക് നിങ്ങളെ ഞാൻ അയക്കൂ. കാരണം ഇനി വരുന്ന തലമുറകൾക്കും ഒരു പാഠപുസ്തകമാകണം നിങ്ങൾ. ശേഷം കേട്ടത് ശക്തമായ കിതപ്പ്. പുരുഷൻ്റേതെന്നോ സ്ത്രീയുടേതെന്നോ തിരിച്ചറിയാനാവാത്ത ആ ശബ്ദത്തിൻ്റെ ഉടമ തങ്ങളുടെ തൊട്ടു മുന്നിലുണ്ടെന്ന് മൂവർക്കും തോന്നി. ശേഖരക്കിടാവ് കൈനീട്ടി വായുവിലടിച്ചു. നശിച്ചു പോ പിശാചേ.
അടുത്ത നിമിഷം ഒരു സീൽക്കാരം കേട്ടു. അവർ കണ്ടത് അന്തരീക്ഷത്തിൽ പറന്നുവരുന്ന ഒരു പാമ്പിനെയാണ്. ഒഴിഞ്ഞുമാറുവാൻ അവസരം കിട്ടിയില്ല. പാമ്പ് യശോധരൻ്റെ കഴുത്തിൽ ചുറ്റി വീണു. ഒപ്പം ഒറ്റകൊത്ത് യശോധരൻ്റെ തിരുനെറ്റിയിൽ. അതുകണ്ട് കിടാക്കന്മാർ അലറി. ആ അലർച്ച കോവിലകം ഏറ്റുപിടിച്ചു. ആദ്യം യശോധരൻ്റെ കഴുത്തിൽ നിന്ന് പാമ്പ് ചുറ്റഴിഞ്ഞു വീണു. പിന്നെ കോവിലകത്തിൻ്റെ മിനുസമേറിയ തറയിലൂടെ ആയാസപ്പെട്ട് പാഞ്ഞുപോയി. ഇരുട്ടിൽ അത് എവിടെ മറിഞ്ഞുവെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല കിടാക്കന്മാർക്ക്. അടുത്ത സെക്കൻഡിൽ മറ്റൊരു ശബ്ദം. ശ്രീനിവാസ കിടാവും ശേഖര കിടാവും വെട്ടിത്തിരിഞ്ഞു. അവർ കാണുന്നത് ചാക്കുകെട്ട് പോലെ തറയിൽ കിടക്കുന്ന യശോധരനെയാണ്. യശോധര! ഭീതിയാൽ MLA ശ്രീനിവാസ കിടാവിൻ്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി വീണു. യശോധരൻ തറയിൽ കിടന്ന് ഒന്ന് പുളഞ്ഞു, പാമ്പിനെ പോലെ. പിന്നെ കൈക്കാലുകൾ നിവർത്തി തല ഒരു വശത്തേക്ക് കുടഞ്ഞു. ഒപ്പം വായിൽ നിന്ന് പത പോലെ തുപ്പൽ പുറത്തു ചാടി. കണ്ണുകൾ അവരെ നോക്കി തുറിച്ചുന്തി. തീർന്നു, ശേഖരൻ മന്ത്രിച്ചു. ഇനി നമ്മൾ എന്തു ചെയ്യും ശേഖര? ശ്രീനിവാസ കിടാവ് അടിമുടി വിറച്ചു. അശനിപാതം ഓരോന്നായി നമ്മുടെ ശിരസിലേക്ക് പെയ്തിറങ്ങുകയാണല്ലോ. പിടിക്കപ്പെട്ടാൽ യശോധരൻ്റെ മരണത്തിനും നമ്മൾ ഉത്തരം പറയണ്ടേ? മിണ്ടാനായില്ല ശേഖരന്. ഡൈനിങ് ടേബിളിലെ കസേരയിലേക്ക് അയാൾ വേച്ചുപോയി കുഴഞ്ഞിരുന്നു. കൈമുട്ടുകൾ ടേബിളിന് മുകളിൽ ഊന്നി മുഖം അതിലേക്ക് ചായച്ചു. ശേഖര! ശ്രീനിവാസ കിടാവിന് അസ്വസ്ഥതയേറി. ഞരമ്പുകളിലൂടെ തിരമാല കണക്കെ ചോര തലച്ചോറിലേക്ക് ഇരച്ചു കയറുന്ന പ്രതീതി. ശേഖരൻ മുഖമുയർത്തി. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് പ്രഷർ കൂട്ടിയിട്ടില്ല ചേട്ടാ നമ്മളിതുവരെ. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ. വരുന്നിടത്ത് വെച്ച് തന്നെ നമ്മൾ നേരിടും. ശേഖരൻ ചാടി എഴുന്നേറ്റു. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ നിന്ന് വാരിയെടുക്കാവുന്ന അത്രയും നമ്മൾ കൊണ്ടുപോകും. അക്കാര്യത്തിൽ സംശയം വേണ്ട. അതിനു മുമ്പ് കോവിലകത്തിന് പുറത്തിറങ്ങാനുള്ള വഴി കണ്ടെത്തണം. ശേഖരൻ അടുക്കളയിലേക്ക് ഓടി. അവിടെ നിന്ന് പുറത്തേക്കുള്ള വാതിലിൻ്റെ സാക്ഷികൾ നീക്കി വാതിൽ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ സാധിച്ചില്ല. അത് പുറത്തുനിന്നും ഓടാമ്പൽ ഇട്ടിരിക്കുകയാണ്. അയാൾ തിരിഞ്ഞ് പുറത്തേക്കുള്ള മുൻവാതിൽ നേർക്കു പാഞ്ഞു. ആ അനവാതിൽ അനക്കാൻ പോലും കഴിയുന്നില്ല. ഇനി രക്ഷപ്പെടാനുള്ള ഏകമാർഗം നിലവറയിൽ നിന്നുള്ളതാണ്. അത് തങ്ങൾ ഇവിടേക്ക് വന്ന വഴിയാണ്. ആരോ പാറകൾ ഇളക്കിയിട്ടിരിക്കുന്നതിനാൽ അതിനും സാധ്യമല്ലെന്ന് കിഴാക്കന്മാർക്കറിയാം. തട്ടിമ്പുറത്ത് കയറിയാലും രക്ഷയില്ല. ഓടുകൾക്ക് താഴെ പലകകൾ അടുപ്പിച്ച് തറച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. കോവിലത്തുകൂടി അങ്ങിങ്ങോടി ശേഖരൻ കുഴഞ്ഞു. പൊടുന്നനെ ആ ശബ്ദം വീണ്ടും കേട്ടു. ഓടി തളർന്നോ കിടാവേ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോചനമില്ലെന്ന്. ശരിക്കും അരക്കില്ലത്തിൽ പെട്ടതുപോലെയാണ് നിങ്ങൾ. ഇനി രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞു തരാം. പകരം എനിക്കെന്ത് തരും? ആ ചോദ്യം കേട്ടതും കിടാക്കന്മാരുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ തിളക്കം മിന്നി. എന്തും തരും, ചോദിച്ചോളൂ. പറഞ്ഞത് ശ്രീനിവാസ കിടാവാണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം. സൃഷ്ടിയും സംഹാരവും നടത്തുന്നവരാണല്ലോ നിങ്ങൾ. സൃഷ്ടി പക്ഷേ അന്യൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ആണെന്ന് മാത്രം. അത് പോകട്ടെ. എൻ്റെ ആവശ്യം എത്രയും വേഗം നിർവഹിച്ചാൽ നിങ്ങൾക്ക് അത്രയും വേഗത്തിൽ പോകാം. ഞങ്ങൾ സമ്മതിച്ചെന്ന് പറഞ്ഞില്ലേ? ചോദിച്ചോളൂ. ശ്രീനിവാസ കിടാവിന് തിടുക്കമായി. നല്ലത്. ആദ്യം എനിക്ക് രാമഭദ്രൻ തമ്പുരാനെയും വസുന്ധര തമ്പുരാട്ടിയെയും വേണം. പിന്നെ അനന്തഭദ്രൻ തമ്പുരാനെ. അവസാനം നിങ്ങൾ പെട്രോളിൽ മുക്കി കത്തിച്ചു കൊന്ന പാഞ്ചാരിയെയും അവളെ സ്നേഹിച്ച വിവേക് എന്ന ചെറുപ്പക്കാരനെയും കൊണ്ടുതാ. തന്നിട്ട് പോയിക്കോ. കിടാക്കന്മാർ ശബ്ദരായി. അവർ പരസ്പരം നോക്കിയതല്ലാതെ മിണ്ടിയില്ല. ആ ശബ്ദം വീണ്ടും കേട്ടു. തരാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? നമുക്ക് തിരികെ നൽകുവാൻ കഴിയാത്തതൊന്നും നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഇതാണ് അനുഭവം. പിന്നെ ഇനി ഈ കോവിലകത്തെ സമ്പത്തുകളൊന്നും വാരിക്കൊണ്ട് പോകാമെന്ന് നിങ്ങൾ കരുതണ്ട. ചെയ്തുപോയ പാപങ്ങളുടെ കണക്കെടുക്കാനും പശ്ചാത്തപിക്കാനും മാത്രമാണ് ഇനി നിങ്ങളുടെ അല്പകാല ജീവിതം. ശബ്ദം നിലച്ചു. ഒപ്പം എന്തോ നിരങ്ങി നീങ്ങുന്നത് പോലെ, ഏതോ വാതിൽ തുറന്നടയുന്നത് പോലെയും. ചേട്ടാ! ശേഖരൻ വിളിച്ചു. പുറത്തേക്കുള്ള വാതിലുകൾ വെട്ടിപ്പൊളിച്ചിട്ടായാലും നമ്മൾ രക്ഷപ്പെടും. അക്കാര്യത്തിൽ സംശയം വേണ്ട. അതിനു മുമ്പ് ഇവൻ്റെ ബോഡി ഒളിപ്പിക്കണം. പിടിക്ക്. കിടാക്കന്മാർ യശോധരൻ്റെ 2 കൈകളിലും പിടിച്ചു. പിന്നെ നിലവറയ്ക്ക് നേരെ വലിച്ചു കൊണ്ടുപോയി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പണ്ട് രത്നങ്ങൾ കവർന്ന കല്ലറയുടെ മൂടി ആയാസപ്പെട്ട് നീക്കി. ശേഷം യശോധരൻ്റെ ശരീരം ഉയർത്തി അതിനുള്ളിലേക്കിട്ടു. പിന്നെ കല്ലറയുടെ സ്ലാബ് പഴയതുപോലെയാക്കി. തുടർന്ന് നിലവറയിൽ നിന്ന് പുറത്തിറങ്ങി. ആ സെക്കൻഡിൽ കോവിലകത്തെ ലാൻഡ് ഫോൺ ശബ്ദിച്ചു. അത് ഇടുമുഴക്കമായി അവരുടെ കാതുകളിൽ പുളഞ്ഞിറങ്ങി. കിടാക്കന്മാർ പരസ്പരം നോക്കി. വേഗം ചെന്നെടുക്കടാ. പുറത്ത് പോലീസോ വല്ലതും വന്നാൽ അവർ ഈ ശബ്ദം കേൾക്കും. MLA ശ്രീനിവാസ കിടാവ് തിടുക്കത്തിൽ അനുജനോട് പറഞ്ഞു. ശേഖർ കിടാവ് പെട്ടെന്ന് ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ഞാനാ. അപ്പുറത്ത് നിന്ന് പതിഞ്ഞ ശബ്ദം. ഞാൻ ചന്ദ്രകലയെയും പ്രജീഷിനെയും കൂട്ടിക്കൊണ്ടുവരുവാൻ പോയി. പക്ഷേ ശേഖരൻ്റെ പുരികം ചുളിഞ്ഞു. എന്ത് പക്ഷേ? അവരെ അവിടെ കാണുന്നില്ല. റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോയെന്ന് ലോഡ്ജ് മാനേജർ പറഞ്ഞു. ശേഖരൻ്റെ കണ്ണ് തള്ളി. അങ്ങനെ സംഭവിച്ചു കൂടല്ലോ. 1 മണിക്കൂറായി കാണുമെന്നാണ് അറിഞ്ഞത്. ഇനി അവർക്ക് വല്ല സംശയവും? ഉറപ്പാണ്. നിന്റെ വാക്കിലോ പ്രവൃത്തിയിലോ അവർക്ക് സംശയം ഉണ്ടായി കാണും. ശേഖരന് ദേഷ്യം വന്നു. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലേടാ. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സാർ.
ഇനി തർക്കിച്ചിട്ട് കാര്യമില്ല. ഉടൻ എല്ലായിടത്തും തിരയണം. അവർക്ക് ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടല്ലോ. അതിൽ വിളിച്ചിട്ട് അവർ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യേ. കയ്യിൽ കിട്ടിയാൽ പിന്നെ രക്ഷപ്പെടാൻ പാടില്ല. ഇല്ല സാർ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഫോൺ കട്ടായി. ശേഖരക്കിടാവ് ചിന്തയോടെ ഫോൺ ക്രാഡിലിൽ അമർത്തി. ആകാംക്ഷയോടെ അയാളെ നോക്കി നിൽക്കുകയായിരുന്നു ശ്രീനിവാസക്കിടാവ്. ശേഖരൻ കാര്യം പറഞ്ഞു. കിടാവ് തൻ്റെ വലത് കൈ ചുരുട്ടി ഇടത് കൈപ്പത്തിയിലിടിച്ചു. അവരെ കിട്ടിയില്ലെങ്കിൽ? ശേഖരന് ഉത്തരമില്ലായിരുന്നു. ശ്രീനിവാസക്കിടാവ് ഒരു കസേരയിലിരുന്നു. ചിന്തയാൽ അയാളുടെ നെറ്റിയിൽ ചിലന്തിക്കാലുകൾ പോലെ ഞരമ്പുകൾ പിടിച്ചുയർന്നു നിന്നു. തൻ്റെ ക്വാർട്ടേഴ്സിൽ വെരുകിനെ പോലെ അങ്ങിങ്ങ് നടക്കുകയാണ് CI അലിയാർ. ചന്ദ്രകലയെയും പ്രജീഷിനെയും കസ്റ്റഡിയിൽ എടുക്കുവാൻ SI സുകേഷ് അടങ്ങുന്ന ഒരു സംഘത്തെ കർണാടകയിലേക്ക് അയച്ചിരുന്നു അലിയാർ. ത്രിവേണി സംഗമത്തിന് അരികിലുള്ള ഒരു ലോഡ്ജിൽ ഇരുവരുമുണ്ടെന്ന് കൃത്യമായി അവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അത് ഒന്നുകൂടി ഉറപ്പിക്കാനായി സിവിൽ ഡ്രസ്സിൽ ഒരാളെ അവിടെ നിർത്തുകയും ചെയ്തിരുന്നു. അത് അബദ്ധമായി എന്ന് ഇപ്പോൾ അലിയാർക്ക് തോന്നി. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളിനെ അവർ തിരിച്ചറിഞ്ഞിരിക്കും. രാത്രിയായിട്ട് കസ്റ്റഡിയിലെടുത്താൽ മതിയെന്നായിരുന്നു തീരുമാനം. കാരണം അവരെ അവിടെ പാർപ്പിച്ചവരുടെ ഒരു കണ്ണ് അവിടെ കാണുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കർണാടക വിട്ടുപോകരുതെന്ന് ചന്ദ്രകലയ്ക്കും പ്രജീഷിനും കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ കോടതിയുടെ അനുമതി കൂടാതെ അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ലല്ലോ. തങ്ങൾ കോടതിയെ സമീപിച്ചാൽ ആ കാര്യം ലീക്കാകുകയും ചന്ദ്രകലയും പ്രജീഷും അവിടെ വച്ച് വധിക്കപ്പെടാൻ ഇടയുണ്ടെന്നും കണക്കുകൂട്ടിയിരുന്നു. അതാണ് പിഴച്ചത്. സുകേഷും സംഘവും ഇരുവരെയും കസ്റ്റഡിയിലെടുക്കാൻ ചെല്ലുന്നതിന് തൊട്ടു മുമ്പ് അവർ ഒരു ടാക്സിയിൽ രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിരീക്ഷണത്തിലുണ്ടായ കോൺസ്റ്റബിൾ കാർ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കാർ നിർത്താതെ പാഞ്ഞുപോയി. പെട്ടെന്ന് സെൽഫോൺ ഇരമ്പി. അലിയാർ എടുത്തു. SI സുകേഷാണ്. ഫോൺ കാതിലമർത്തി. പറയൂ സുകേഷേ. ചന്ദ്രകലയെയും പ്രജീഷിനെയും തിരക്കി 2 പേർ ലോഡ്ജിൽ വന്നിരുന്നു. അവർ അവിടെയില്ലെന്ന് കണ്ട് വന്ന കാറിൽ തന്നെ മടങ്ങി. ഞങ്ങൾ അവരുടെ കാറിനെ പിന്തുടരുകയാണ്. അവരെ കസ്റ്റഡിയിലെടുത്താലോ? അവർ മലയാളികളാണോ കർണാടകക്കാരാണോ? കണ്ടിട്ട് മലയാളികളാണെന്ന് തോന്നിയില്ല. കാറും കർണാടക രജിസ്ട്രേഷനാണ്. എങ്കിൽ കസ്റ്റഡിയിലെടുക്കണ്ട. ഒരകലം വിട്ട് അവർക്ക് പിന്നിൽ നിൽക്കുക. അവർ എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക. സാർ. കാൾ മുറിഞ്ഞു. അലിയാർ ഫോൺ ടേബിളിലേക്കിട്ടിട്ട് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരികെ. രാത്രി കനത്തു. കരുളായി. ബലഭദ്രൻ തമ്പുരാൻ ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് കോളിംഗ് ബെൽ നിർത്താതെ ശബ്ദിച്ചു. ബലഭദ്രൻ ഞെട്ടി ഉണർന്നു. കൈനീട്ടി ബെഡ്റൂം ലാമ്പ് തെളിച്ചു. തൊട്ടരികിൽ കിടന്നിരുന്ന സുമംഗലയും ഉണർന്നു കഴിഞ്ഞിരുന്നു. ഈ നേരത്തെ ആരാ? പിറുപിറുത്തുകൊണ്ട് ബലഭദ്രൻ ഹാളിലേക്ക് നടന്നു. പൊടുന്നനെ പുറത്തൊരു അലർച്ച കേട്ടു. ബലഭദ്രൻ തമ്പുരാൻ്റെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. പിന്നാലെ എത്തിയ സുമംഗല അയാളെ പകച്ചു നോക്കി. വാതിൽ തുറക്കണ്ട, എന്തോ കുഴപ്പമുണ്ട്. സുമംഗല തമ്പുരാൻ്റെ കയ്യിൽ പിടിച്ചു. തൊട്ടടുത്ത മുറിയിൽ നിന്ന് അനന്തഭദ്രൻ്റെ ഭാര്യ ഇന്ദിരാബായിയും ഇറങ്ങി വന്നു. വാതിൽ തുറക്കണ്ട അനിയ. വല്ല ചതിയുമാണോ എന്നറിയില്ലല്ലോ, ആ സ്ത്രീയും പറഞ്ഞു. എന്നാൽ ഭയപ്പെട്ട് പിന്നോട്ട് മാറുവാൻ തമ്പുരാൻ ഒരുക്കമല്ലായിരുന്നു. അയാളുടെ കണ്ണുകൾ ഭിത്തിയിലെ ആണിയിൽ ഉറപ്പിച്ചിരുന്ന ഡബിൾ ബാരൽ ഗണ്ണിൽ പതിഞ്ഞു. മിന്നൽ വേഗത്തിൽ തമ്പുരാൻ അതെടുത്തു. ഇപ്പോൾ പുറത്ത് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്നാൽ മതി, സ്ത്രീകളോട് കടുപ്പിച്ച് പറഞ്ഞിട്ട് ബലഭദ്രൻ തമ്പുരാൻ കരുതലോടെ വാതിൽക്കിലേക്ക് നീങ്ങി. പുറത്തെ ലൈറ്റ് തെളിച്ചു. ശേഷം വാതിലിൻ്റെ ബോൾട്ട് നീക്കി. വാതിൽ അല്പം തുറന്നു. ആ വഴി ആദ്യം പുറത്തേക്ക് നീണ്ടത് ഗൺകുഴലാണ്. ഒപ്പം പതുക്കെ സിറ്റൗട്ടിലേക്ക് തലനീട്ടി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ബലഭദ്രൻ വാതിൽ പൂർണ്ണമായും തുറന്നു. ആരുമില്ല. അപ്പോൾ കോളിംഗ് ബെൽ അടിച്ചതാര്? ആരുടെ അലർച്ചയാണ് കേട്ടത്? തമ്പുരാൻ പുറത്തേക്ക് കാൽ വയ്ക്കാൻ ആഞ്ഞു. അടുത്ത നിമിഷം പിൻവലിക്കുകയും ചെയ്തു. തറയിൽ ചോരത്തുള്ളികൾ. അത് മഞ്ചാടിക്കുരു പോലെ ഇടവിട്ട് മുറ്റത്തെ ചരലിലൂടെ നീണ്ടുപോയിരിക്കുന്നു. അവിടെ വെച്ച് മുറിവേറ്റ ആരോ ഓടിപ്പോയതാവുമെന്ന് തമ്പുരാന് തോന്നി. ഇന്ദിരാബായിയും സുമംഗലയും വാതിൽക്കിലെത്തി. ചോരത്തുള്ളികൾ കണ്ട് അവരും നടങ്ങി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ചോരയിൽ ചവിട്ടാതെ തമ്പുരാൻ പുറത്തേക്കിറങ്ങാൻ ആഞ്ഞു. എന്നാൽ സ്ത്രീകൾ വിട്ടില്ല. അവസാനം തമ്പുരാൻ ഫോണെടുത്ത് CI അലിയാരെ വിളിച്ച് വിവരം പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അലിയാർ എത്തി. തമ്പുരാൻ ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. അലിയാർ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ചുറ്റുപാടും പരിശോധിച്ചു. ഗേറ്റിലും ചോരപ്പാടുകൾ കണ്ടു. മുറിവേറ്റയാൾ ഗേറ്റ് ചാടിക്കടന്നാണ് പോയിരിക്കുന്നത്, അലിയാർ ഉറപ്പിച്ചു. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ, തമ്പുരാനോട് പറഞ്ഞിട്ട് അലിയാർ പെട്ടെന്ന് മടങ്ങി. ബൊലേറോ തിരിഞ്ഞ് കരുളായി പാലത്തിലേക്ക് കയറി. പെട്ടെന്ന് കണ്ടു വേച്ച് ഓടുന്ന ഒരാൾ. അയാൾക്ക് തൊട്ടരികിൽ അലിയാർ ബൊലേറോ ബ്രേക്ക് ചെയ്തു. തുടർന്ന് മിന്നൽ വേഗത്തിൽ ചാടിയിറങ്ങി. ആ ക്ഷണം ഓടാൻ ശ്രമിച്ചയാൾ കുഴഞ്ഞു, താഴെ വീണു. പിന്നെ ഒന്ന് പിടഞ്ഞു, നിശ്ചലമായി. അലിയാർ പകച്ചുപോയി. അയാൾ ടോർച്ചെടുത്ത് റോഡിൽ കിടന്നവൻ്റെ ശരീരത്തിലേക്ക് തെളിച്ചു. തീർത്തും അപരിചിതനാണ്. പക്ഷേ അയാളുടെ നെഞ്ചിൽ തുളഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു അമ്പു കണ്ടു. അലിയാരുടെ തലച്ചോറിൽ പലവിധ ചിന്തകൾ മിന്നിമാഞ്ഞു. തമ്പുരാൻ്റെ വാതിൽക്കൽ വെച്ചാണ് ഇയാളെ ആരോ അമ്പ് ചെയ്തത്. പ്രാണപരാക്രമത്തിനിടയിൽ ഇയാൾക്ക് ഇവിടെ വരെ എത്താനേ കഴിഞ്ഞുള്ളൂ.
ഫോണെടുത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അലിയാർ ടോർച്ചടിച്ച് അമ്പ് പരിശോധിച്ചു. ആദിവാസികൾ വൻമരത്തിലുള്ള തേൻകൂട്ടിൽ എഴുതി പിടിപ്പിക്കുന്ന തരത്തിലുള്ള അമ്പാണ് അതെന്ന് തോന്നി. അതോടെ തൻ്റെ പല സംശയങ്ങളും യാഥാർത്ഥ്യമാകുകയാണെന്ന് അലിയാർ അറിഞ്ഞു. കോവിലകത്തെ വിചിത്ര അനുഭവങ്ങളുടെ താക്കോൽ കയ്യിൽ കിട്ടുവാൻ ഇനി അധിക ദൂരമില്ല, അലിയാർ ഉറപ്പിച്ചു. മരിച്ചു കിടക്കുന്നവൻ്റെ മുഖലക്ഷണം കണ്ടിട്ട് ഒരു കുറ്റവാളിയുടെ എല്ലാ ഭാവവുമുണ്ട്. ഒരുപക്ഷെ ഇയാൾ ബലഭദ്രൻ തമ്പുരാനെ വധിക്കാനോ ആക്രമിക്കാനോ പോയതായിരിക്കാം. അവിടെ വെച്ച് ഇയാൾ ആക്രമിക്കപ്പെട്ടു. അത് പക്ഷേ ചെയ്തത് തമ്പുരാനാകാനും ഇടയില്ല. നിലമ്പൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസ് സംഘം എത്തിച്ചേർന്നു. അനന്തര നടപടികൾ തുടങ്ങി. അടുത്ത ദിവസം ചിത്രം കുറെ കൂടി വ്യക്തമായി. മരിച്ചവൻ്റെ പേര് ഫയസ്, നൊട്ടോറിയസ് ക്രിമിനലായ കർണാടകക്കാരൻ. പക്ഷേ അയാളെ ഇവിടെ വരുത്തിയത് ആര്? ശരിക്കുള്ള ലക്ഷ്യമെന്ത്? അലിയാറിൻ്റെ ചിന്ത പുകഞ്ഞുകൊണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫയസിൻ്റെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റി. പിറ്റേന്ന് ഉച്ചയോടെ SI സുഗേഷനും സംഘവും കർണാടകയിൽ നിന്ന് മടങ്ങിയെത്തി. തലേന്ന് രാത്രിയിൽ അവർ പിന്തുടർന്ന കാർ മൈസൂരിലെ തിരക്കിൽ മാഞ്ഞുപോയി. സാരമില്ല സുഗേഷേ, നമുക്കുടൻ കോവിലകത്തേക്ക് പോകണം. നമ്മൾ അവിടെ വെച്ച കമ്പിളി കാണാതെ വന്നാൽ ഇന്ന് തന്നെ ഞാൻ ഈ കേസ് തെളിയിക്കും. അലിയാർ മീസ്തുമ്പ് ഒന്ന് പിരിച്ചു വച്ചു. താമസമിന പോലീസ് സംഘം അവിടേക്ക് കോവിലകത്തേക്ക് പുറപ്പെട്ടു. വടക്കേ കോവിലകത്തിന് മുന്നിൽ ബൊലോറോ നിന്നു. CI അലിയാരും SI സുകേഷും അടങ്ങുന്ന സംഘം കോവിലകത്തിൻ്റെ ആനവാതിൽ തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചു. പെട്ടെന്ന് അലിയാർ മൂക്ക് വിടർത്തി ഒന്ന് നിന്നു. എന്തോ പാചകം ചെയ്തതിൻ്റെ ഗന്ധം പോലെ. സുകേഷേ, ഞാൻ ഇപ്പം വരാം. അലിയാർ അടുക്കളയിലേക്ക് പാഞ്ഞു. അടുക്കള ശൂന്യമായിരുന്നു. എന്നാൽ അതിനുള്ളിലും ആ ഗന്ധം തങ്ങി നിന്നിരുന്നു. അവിടെ ആരോ ഭക്ഷണം പാകം ചെയ്തെന്ന് ഉറപ്പിച്ചു. എന്നാൽ അതിനുള്ള തെളിവുകൾ ഇല്ലതാനും. അലിയാർ ഗ്യാസ് സ്റ്റൗവിനുമേൽ കൈവച്ച് നോക്കി. അതിന് നേരിയ ചൂടുണ്ട്. അയാളുടെ കണ്ണുകൾ വട്ടം ചുറ്റി. അടുക്കി വെച്ചിരിക്കുന്ന ഗ്ലാസുകളിൽ ചിലതിൽ നനവുണ്ട്. അയാൾ ഫ്രിഡ്ജ് തുറന്ന് അത് ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിലും തണുപ്പ് തങ്ങി നിൽപ്പുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങൾ ഓഫ് ചെയ്തിട്ട ഫ്രിഡ്ജാണ്. ഒരു തരം ദുർഗന്ധമാണ് അതിൽ നിന്ന് വരേണ്ടിയിരുന്നത്. പകരം തണുപ്പ് വരില്ലല്ലോ. അലിയാർ സിങ്കിനരികിലേക്ക് നീങ്ങി. അവിടെയും നനവുണ്ട്. എന്തോ ചിന്തിച്ച ശേഷം അയാൾ കോവിലകത്തെ വാട്ടർ പൈപ്പുകൾ മുഴുവൻ തുറന്നുവിട്ടു. പിന്നെ സുകേഷിൻ്റെയും മറ്റും അടുത്തെത്തി. എന്താ സാർ? സുകേഷിന് എന്തോ സംശയമുണ്ടായിരുന്നു. ഒന്നുമില്ല, കമീൻ പറഞ്ഞിട്ട് അലിയാർ പാഞ്ചാലിയുടെ മുറിയിലേക്ക് പോയി. അത് തള്ളി തുറന്നു. ആകാംക്ഷയോടെയാണ് ഏവരും അകത്തേക്ക് നോക്കിയത്. എല്ലാവരുടെയും മുഖത്തെ വെളിച്ചം അണഞ്ഞതുപോലെയായി. അലിയാർ ഭദ്രമായി മടക്കി കിടക്കയിൽ വെച്ചിരുന്ന ആ കമ്പിളി അതേപോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഛേ, അലിയാർ തല കുടഞ്ഞു. തൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുന്നു. ഇന്നുകൊണ്ട് കേസിന് പരിസമാപ്തി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതാണ്. താൻ കരുതുന്നവരല്ലേ ഇതിനൊക്കെ പിന്നിൽ? എങ്കിലും കമ്പിളി അവിടെ നിന്നെടുത്തില്ല അലിയാർ. പുറത്തിറങ്ങി വെറുതെ എല്ലായിടത്തേക്കും കണ്ണോടിച്ച ശേഷം ഉച്ചത്തിൽ പറഞ്ഞു. നമ്മൾ കരുതുന്നത് പോലെ ഒന്നുമല്ല സുകേഷേ കാര്യങ്ങൾ. ഈ കോവിലകത്ത് പ്രേതബാധയുണ്ട്, എനിക്കുറപ്പാ. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ എനിക്ക് അങ്ങനെ സുപ്പീരിയേഴ്സിനോട് പറയാൻ കഴിയില്ലല്ലോ. അവർ എന്ത് വിചാരിക്കും? സുകേഷ് ആദ്യം കാണുന്നത് പോലെ അലിയാരെ നോക്കി. ഇദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടാകേണ്ടതല്ലോ. എന്നാലും സാർ, സുകേഷ് എന്തോ ചോദിക്കാൻ ഭാവിച്ചു. ചില സത്യങ്ങൾ അങ്ങനെയാ സുകേഷേ പറഞ്ഞുകൊണ്ട് അലിയാർ കണ്ണിറക്കി. മറ്റു പോലീസുകാർ ആരും അത് ശ്രദ്ധിച്ചുമില്ല. അലിയാർ എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പക്ഷേ സുകേഷിന് മനസ്സിലായി. അപ്പോൾ നമുക്ക് പോയേക്കാം. അലിയാർ പ്രധാന വാതിലിൽ നേർക്കു നടന്നു. കോവിലകത്തിൻ്റെ മുറ്റത്തു നിന്ന് ബൊലോറോ തിരിച്ചുപോയി. നിലവറയിൽ നിന്ന് ശ്രീനിവാസക്കിടാവും അഞ്ചൻ ശേഖരക്കിടാവും വെളിയിൽ വന്നു. എന്നാലും അവൻ പൈപ്പുകൾ മുഴുവൻ തുറന്നു വിട്ടിട്ട് പോയത് ഭയങ്കരമായി. ടാങ്കിൽ ഉണ്ടായിരുന്ന മൊത്തം വെള്ളവും പോയില്ലേ? MLA പല്ലുകടിച്ചു. അത് പോട്ടെ, അടുക്കളയിലെ മോട്ടറിൻ്റെ സ്വിച്ച് നമ്മൾ വീണ്ടും വെള്ളം നിറച്ചിടും. അല്ല പിന്നെ, ശേഖരൻ ചിരിച്ചു. പിന്നെ അയാൾ പോയി അലിയാൾ തുറന്നിട്ട മൊത്തം പൈപ്പുകളും അടയ്ക്കുകയും മോട്ടറിൻ്റെ സ്വിച്ച് അണക്കുകയും ചെയ്തു. ഏറിയാൽ 2 നാൾ. അതിനുള്ളിൽ നമ്മളിവിടെ നിന്ന് പോകുമല്ലോ. അതാണ് ശ്രീനിവാസക്കിടാവിൻ്റെയും ശേഖരക്കിടാവിൻ്റെയും ആശ്വാസം. ചന്ദ്രകലയെയും പ്രജീഷിനെയും ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാവുന്നത്രയും എടുത്തുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടും. പിന്നെ മടങ്ങിയെത്തുന്നത് ഒരുത്തനും തളയ്ക്കാൻ കഴിയാത്തവരായിട്ടാണ്. തങ്ങൾക്കെതിരെ തെളിവുകളോ സാക്ഷികളോ ഒന്നും ഉണ്ടാവില്ല. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ. CI അലിയാരും സംഘവും മടങ്ങിയെത്തി. അകത്ത് തൻ്റെ ക്യാബിനിലേക്ക് കയറിയ ഉടൻ അലിയാർ സുകേഷിനെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഞാൻ കോവിലകത്ത് വെച്ച് അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ? ഇല്ല സാർ. ആ കോവിലകത്തിനുള്ളിൽ ആരോ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയെന്നറിഞ്ഞാൽ അവർ ഏതെങ്കിലും രഹസ്യമാർഗം വഴി രക്ഷപ്പെട്ടേക്കും. അത് പാടില്ല. സുകേഷിന് അമ്പരപ്പ്. അവിടെ ആര് വരാനാ? ആർക്കാ വരാൻ പാടില്ലാത്തത്? ഇപ്പോൾ നമ്മൾ ഒന്നും മനസ്സിലാക്കിയില്ല എന്ന് കരുതി അവർ സുഖമായി കഴിയട്ടെ. അലിയാർ പറഞ്ഞു നിർത്തിയ ഉടൻ ഒരാൾ ഹാഫ് ഡോറിന് മുന്നിലെത്തി. കൈവിരൽ മടക്കി ഡോറിൽ മൃദുവായി തട്ടി. CI അലിയാർ മുഖമുയർത്തി. പിന്നെ പറഞ്ഞു, യെസ് കമീൻ. ഹാഫ് ഡോർ തുറന്ന് ബലഭദ്രൻ തമ്പുരാൻ അകത്തെത്തി. വെളുത്ത നീളൻ ജുബയും കസവും മുണ്ടുമാണ് വേഷം. നെറ്റിയിൽ കളപ്പക്കുറിക്ക് മീതെ ഒരു ചുവന്ന പൊട്ട്. ആഹാ, തമ്പുരാനോ? അലിയാർ എഴുന്നേറ്റു. ഇരിക്കെ. ബലഭദ്രൻ ഒരു കസേര നീക്കിയിട്ടിരുന്നു. അലിയാർ
SI സുകേഷിനോട് പുറത്തേക്ക് പോകുവാൻ കണ്ണുകൾ കൊണ്ട് ഒരടയാളം കാണിച്ചു. സുകേഷ് പോയി. തമ്പുരാൻ പ്രത്യേകിച്ച് തൻ്റെ ചെയറിൽ ഇരിക്കുന്നതിനിടയിൽ അലിയാർ തിരക്കി. എൻ്റെ വീട്ടിൽ വന്നതും അമ്പേറ്റ് മരിച്ചവനുമായ ആ ആളിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ബലഭദ്രൻ മീശത്തുമ്പിൽ ഒന്ന് തടവി. അയാളുടെ പേര് പയസ്, കർണാടകയിലെ കൊടും ക്രിമിനൽ. കൂടുതൽ ഡീറ്റെയിൽസായി കർണാടക പോലീസിന് മെയിൽ അയച്ചിട്ടുണ്ട്. ബലഭദ്രൻ്റെ മുഖത്ത് അമ്പരപ്പ്. കർണാടകക്കാരൻ എൻ്റെ വീട്ടിൽ വന്നത്? അതാണ് തമ്പുരാൻ ഞങ്ങളെയും കുഴയ്ക്കുന്ന ചോദ്യം. ആരോ അയാളെ ഇവിടെ വരുത്തിയതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പക്ഷേ തമ്പുരാനെ അറ്റാക്ക് ചെയ്യാൻ തന്നെയായിരിക്കും. എന്നാൽ ഏതോ ഒരു ശത്രു അയാളെ വീഴ്ത്തി. എല്ലാം അറിയുന്ന ഒരാൾ. ബലഭദ്രൻ അല്പനേരം ചിന്തിച്ചിരുന്നു. ആര് വരുത്താൻ? ഒരു പക്ഷേ കിടാക്കന്മാർ. എനിക്ക് അറിവിൽ ശത്രുപക്ഷത്തുള്ളത് അവർ മാത്രമേ ഉള്ളൂ. സാരമില്ല, ഞാനത് കണ്ടുപിടിച്ചിരിക്കും. കുറ്റവാളിയെ അങ്ങയുടെ മുമ്പിൽ നിർത്തിത്തരും. ബലഭദ്രന് സന്തോഷമായി. രാജഭരണം പോയെങ്കിലും ഞാനും ഏട്ടന്മാരും കഴിവതും മറ്റുള്ളവരെ സഹായിച്ചിട്ടേയുള്ളൂ. അത് പക്ഷേ ഇഷ്ടപ്പെടാതിരുന്നവർ കിടാക്കന്മാർ മാത്രമായിരുന്നു. കാരണം ഞങ്ങൾ നേരിൻ്റെ ഭാഗത്ത് മാത്രമേ നിന്നിരുന്നുള്ളൂ. അതൊക്കെ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. കഴിഞ്ഞ ഇലക്ഷന് തമ്പുരാനെ കിടാവിനെതിരെ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇന്നത്തെ ഭരണകക്ഷിക്കാർ താല്പര്യം കാട്ടിയതടക്കം. ബലഭദ്രൻ ചിരിച്ചു. ജനത്തെ സേവിക്കാൻ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായ ആവശ്യമില്ലെന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞവനാണ് ഞാൻ. മാത്രമല്ല, രാഷ്ട്രീയത്തിലിറങ്ങിയാൽ പലതും കണ്ടില്ലെന്ന് നടിക്കണം. നേരിൻ്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കണം. അതൊക്കെ കൊണ്ട് തന്നെയാ വേണ്ടെന്ന് വെച്ചത്. അല്പനേരം കൂടി സംസാരിച്ചിരുന്ന ശേഷം ബലഭദ്രൻ മടങ്ങി. CI അലിയാർ എന്തോ ഓർത്തിരുന്നു. ബംഗളൂര്, മൈസൂരിൽ നിന്നാൽ തങ്ങൾ കേരള പോലീസിൻ്റെ പിടിയിലാകുമെന്ന് ഉറപ്പായ ചന്ദ്രകലയും പ്രജീഷും അവിടെ വിട്ടിരുന്നു. ത്രിവേണി സംഗമത്തിന് അടുത്തുള്ള ലോഡ്ജിൻ്റെ ജനാലയിലൂടെ റോഡിൽ നിൽക്കുന്ന പോലീസുകാരനെ ആദ്യം കണ്ടത് പ്രജീഷായിരുന്നു. സംശയം തീർക്കാൻ അയാൾ ചന്ദ്രകലയെ വിളിച്ചു കാണിച്ചു. ഒറ്റ നോട്ടത്തിൽ അവൾ ആളെ തിരിച്ചറിയുകയും ചെയ്തു. അത് നിലമ്പൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിളാണെന്ന്. മറ്റെവിടേക്കോ ആണ് ശ്രദ്ധിക്കുന്നതെങ്കിലും അയാൾ ഒളിക്കണ്ണാലെ തങ്ങളുടെ ലോഡ്ജിനെ വാച്ച് ചെയ്യുകയാണെന്ന് ഇരുവർക്കും ഉറപ്പായി. പൊടുന്നനെ ഒരു ടാക്സി കാർ വിളിച്ചു. ആര് തടഞ്ഞാലും നിർത്തരുതെന്ന് ഡ്രൈവർക്ക് നിർദ്ദേശവും നൽകി. വിചാരിച്ചതുപോലെ ആ പോലീസുകാരൻ കാർ തടയാൻ ശ്രമിച്ചു. ഡ്രൈവർ മിടുക്കനായിരുന്നു. അയാൾ കാർ വെട്ടിച്ചു മാറ്റി. ഇപ്പോൾ ചന്ദ്രകലയും പ്രജീഷും ലാൽ ബാങ്കിനടുത്തുള്ള ഹോട്ടലിലാണ്. മേൽ കഴുകിത്തെറിച്ച് ഒരു റോസ് നിറത്തിലുള്ള ടവൽ നെഞ്ചിൽ ചുറ്റി ചന്ദ്രകല ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. കിടക്കയിൽ ഒരു വശം ചെരിഞ്ഞു കിടക്കുകയായിരുന്ന പ്രജീഷ് അവളെ നോക്കി. ഫെയർ ആൻഡ് ലവ്ലിയുടെ നിറമുണ്ടായിരുന്ന ചന്ദ്രകല അല്പം മങ്ങിയിരിക്കുന്നത് അയാൾ അറിഞ്ഞു. ജയിൽവാസവും മാനസിക സമ്മർദ്ദവുമായിരിക്കും കാരണമെന്ന് അയാൾക്ക് തോന്നി. എന്താ ഇങ്ങനെ നോക്കുന്നത്? കുസൃതി ചിരിയോടെ അവൾ തിരക്കി. നിന്നെ ഈ രൂപത്തിൽ കണ്ടിട്ട് കുറേ ദിവസമായി. അയാളും ചിരിച്ചു. ചന്ദ്രകലയുടെ മുഖത്ത് നാണം പൂത്തു. അവൾ അയാളുടെ അരികിൽ വന്ന് കിടക്കയിലിരുന്നു. ഒപ്പം ടവൽ കെട്ടഴിഞ്ഞു വീണു. നേരം സന്ധ്യയോടടുത്തു. ആലസ്യത്തിൽ കിടക്കുകയായിരുന്ന ചന്ദ്രകല. പ്രജീഷ് ബാത്റൂമിൽ നിന്ന് വന്ന് വേഷം മാറി. ഏതായാലും ഇവിടെ നമ്മളെ ആരും പിന്തുടർന്നു വന്നിട്ടില്ല. ആർക്കും നമ്മളെ അറിയുകയുമില്ല. നമുക്ക് ലാൽബാഗിലേക്ക് ഒന്ന് പോയാലോ? അയാൾ തിരക്കി. ചന്ദ്രകലയ്ക്കും താല്പര്യമായി. കുറച്ചുനേരം പാർക്കിലിരുന്നാൽ മനസ്സിനൊരു കുളിർമ കിട്ടും. അവളും വേഗം ഒരുങ്ങി. ഒരു ഓട്ടോയിൽ ഇരുവരും ലാൽബാഗിലെത്തി. ഗേറ്റ് കടന്നു. പാർക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി. എവിടെയും കമിതാക്കളുടെ പൂരം. അത് നോക്ക് പ്രജീഷ്. പെട്ടെന്ന് ചന്ദ്രകല അല്പം അകലേക്ക് കൈ ചൂണ്ടി. പ്രജീഷ് ആ ഭാഗത്തേക്ക് കണ്ണയച്ചു. മിഡിയും ടോപ്പും കണ്ണുകൾക്ക് മീതെ ഒരു നീല ഗ്ലാസും അണിഞ്ഞ സുന്ദരി. അവളുടെ പാൽപ്പാട് നിറമുള്ള ഉടലിൻ്റെ ഭൂരിഭാഗവും പുറത്ത് കാണുമായിരുന്നു. അതിൽ പ്രജീഷിന് അത്ഭുതം തോന്നിയില്ല. പ്രായവ്യത്യാസമില്ലാതെ അവിടെയുള്ള സ്ത്രീകൾ ഒക്കെ തന്നെ അത്തരം വേഷത്തിലായിരുന്നു. പ്രജീഷിന് മനസ്സിലായില്ലേ? ചന്ദ്രകല അയാളുടെ കാതിൽ തിരക്കി. ഇല്ല. ആ മുഖമൊന്ന് ശ്രദ്ധിച്ചേ. പ്രജീഷ് സൂക്ഷിച്ചു നോക്കി. ഏതാണ്ട് 21 വയസ്സോളം തോന്നിക്കുന്ന ആ സുന്ദരിയെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം ഇവളെ. പക്ഷേ അർദ്ധോക്തിയിൽ നിർത്തി അയാൾ ചന്ദ്രകലയ്ക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ ഓർമ്മ കിട്ടുന്നില്ല. അയാൾക്ക് ഓർമ്മ കിട്ടട്ടെ എന്ന് കരുതി ചന്ദ്രകല അല്പം നേരം കാത്തു. ആ യുവതിക്കൊപ്പം ഒരു യുവാവും ഉണ്ട്. അവൻ അവളുടെ അരയിൽ കൈചുറ്റി മെല്ലെ നടക്കുന്നു. അവൾക്ക് പാഞ്ചലിയുടെ മുഖഛായയില്ലേ? പെട്ടെന്നായിരുന്നു പ്രജീഷിൻ്റെ ചോദ്യം. ഉണ്ട്. ചന്ദ്രകല ചിരിച്ചു. മാത്രമല്ല ഈ പെണ്ണും വടക്കേ കോവിലകത്തെ തന്നെ. എങ്ങനെ? മനസ്സിലായില്ല പ്രജീഷിന്. അതായത് ഇവൾ ബലഭദ്രൻ തമ്പുരാൻ്റെ മകളാണ്. ഇവിടെ മെഡിസിന് പഠിക്കുകയായിരുന്നുവെന്ന് എനിക്കറിയാം. കൊള്ളാം, നല്ല പഠിത്തം. ആ ചെറുക്കൻ അവളുടെ ശരീരത്തിൻ്റെ അനാട്ടമി ശരിക്ക് പഠിച്ചു കാണും. പറഞ്ഞിട്ട് വേവലാതിയോടെ പ്രജീഷ് തിരക്കി. നിന്നെ ഇവൾക്കറിയാമോ? തീരെ സാധ്യതയില്ല. പക്ഷേ ഇവളെ ഞാൻ കണ്ടിട്ടുണ്ട് പലവട്ടം. പ്രജീഷിന് ആശ്വാസമായി. അവരും മെല്ലെ നടന്നു. ലാൽബാഗിലെ വർണ്ണ ബൾബുകൾ ഒരു സ്വർഗത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചു. സെക്യൂരിറ്റിക്കാരുണ്ടെങ്കിലും അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. മുറിക്കുള്ളിൽ നടത്തേണ്ട പല കാര്യങ്ങളും പരസ്യമായി ചെയ്യുന്നവർ. ഓരോ മരത്തിനും ചെടിക്കും ചുവട്ടിലുണ്ട് ഒരാണും പെണ്ണും. അതിൽ ഏറെയും മലയാളികളാണെന്ന് തോന്നി. നാടുവിട്ടപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നവർ. തിരികെ നാട്ടിലെത്തുമ്പോൾ പഞ്ചപാവങ്ങൾ. മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ ആണെങ്കിലും മലയാളികളാണെന്ന് തോന്നുന്നവർ അടുത്തുകൂടി ചെന്നാൽ ഭാഷ ഹിന്ദിയിലേക്കോ കന്നഡയിലേക്കോ മാറും. ഏതാണ്ട് 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച് പ്രജീഷും ചന്ദ്രകലയും അവിടെ നിന്നിറങ്ങി.
അതിനിടെ പലവട്ടം ബലഭദ്രൻ്റെ മകളുടെ ചിത്രങ്ങൾ അവൾ പഴയ ഫോണിലാണെങ്കിലും എടുത്തിരുന്നു. ഒരു തട്ടുകടയിൽ നിന്ന് അപ്പോൾ പിടിച്ചു കൊണ്ടുവന്ന മീൻ വറുത്തതും ബ്രെഡും കൂട്ടി കഴിച്ചിട്ടാണ് ഇരുവരും ഹോട്ടലിലേക്ക് പോയത്. മുറിയിലെത്തിയപ്പോൾ പ്രജീഷ് തിരക്കി. ഇനി നമുക്ക് അയാളെ വിളിക്കണ്ടേ? നമ്മളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ ആളിനെ വിളിക്കണം. ചന്ദ്രകല തലയാട്ടി. ഇന്നലെ രാത്രിയിൽ അവിടുത്തെ ലോഡ്ജിൽ വന്നപ്പോൾ കാണാത്തതിന് അയാൾ ദേഷ്യപ്പെടും. നമുക്ക് കാര്യം പറയാമെന്നേ. ലാൽബാഗിലെത്തുന്നതുവരെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ചന്ദ്രകല ഫോൺ പ്രജീഷിന് നീട്ടി. അയാളെ വിളിക്കേ. പ്രജീഷ് കാളയച്ചു. രണ്ടാമത്തെ ബെല്ലിന് ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. നിങ്ങളിതെവിടെയാ? ദേഷ്യത്തോടെയുള്ള ചോദ്യം. ബാംഗ്ലൂരുവിൽ. നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങോട്ട് പോകാൻ? പോകേണ്ട അവസ്ഥയുണ്ടായി. പ്രജീഷ് കാര്യം ചുരുക്കി പറഞ്ഞു. അപ്പുറത്ത് ദേഷ്യം അയഞ്ഞെന്ന് ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു. അതേതായാലും നന്നായി. കേരള പോലീസിൻ്റെ പിടിയിൽ പെട്ടിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. ഇനി നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി. നാളെയേ എനിക്ക് വരാൻ കഴിയൂ. പ്രജീഷിൻ്റെ ഉള്ളിൽ കിടന്ന ജിജ്ഞാസ പുറത്തു ചാടി. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അതൊക്കെ നേരിൽ പറഞ്ഞാൽ പോരെ? ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല. ആരെങ്കിലും ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അത് ശരിയാണെന്ന് പ്രജീഷിനറിയാം. പോലീസ് മാത്രമല്ല, കിടാവിൻ്റെ ആൾക്കാരും തങ്ങളെ തേടി നടക്കുകയാവും. ശരി, അപ്പോൾ നാളെ കാണാം. അയാൾക്ക് ആൾ മുറിച്ചു. വടക്കേ കോവിലകം. രാത്രി ഭക്ഷണം കഴിക്കുകയായിരുന്നു കിടാക്കന്മാർ. കിച്ചണിലായിരുന്നു ഇരുവരും. പെട്ടെന്ന് എന്തോ കരിയുന്നത് പോലെ ഒരു ഗന്ധം. എന്താ അത്? ശ്രീനിവാസ കിടാവും ശേഖര കിടാവും ഒന്നിച്ച് അകത്തളത്തിലേക്ക് ചെന്നു. ചേട്ടാ! ശേഖരൻ്റെ ശബ്ദത്തിൽ അമ്പരപ്പിൻ്റെ മുഴക്കമാണുണ്ടായത്. നടുമുറ്റത്ത് 2-3 ബാഗുകൾ കിടന്ന് കത്തുന്നു. അത് നമ്മുടെ ബാഗല്ലേ? MLAയുടെ ശബ്ദം വിറച്ചു. അതെ, നമ്മുടെ വസ്ത്രങ്ങളും പാസ്പോർട്ട് അടക്കമുള്ള രേഖകളും കരുതിയിരുന്ന ഭക്ഷണവും എല്ലാം അതിലുണ്ട്. ശേഖരൻ തലയിൽ കൈവച്ചു. ഈ ബാഗുകൾ അവർ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഭക്ഷണം പോലും ആവശ്യത്തിന് മാത്രമേ എടുത്തിരുന്നുള്ളൂ. തങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ ഭക്ഷണം പോലും കിട്ടാതെ ഇനി ഇവിടെ കിടന്ന് മരിക്കത്തേയുള്ളൂ എന്ന് ഞെട്ടലോടെ ഇരുവരും ഓർത്തു. ശേഖരൻ മൂക്ക് വിടർത്തി മണം പിടിച്ചു. മദ്യത്തിൻ്റെ ഗന്ധവും അവിടെ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. എന്താടാ? ശ്രീനിവാസ കിടാവ് അനുജൻ്റെ നേരെ തിരിഞ്ഞു. ചേട്ടാ, നമ്മൾ സ്റ്റോക്ക് ചെയ്തിരുന്ന മദ്യം ഒഴിച്ചാണ് ബാഗുകൾ കത്തിച്ചത്. കിടാവ് ഞെട്ടി. ഈശ്വരാ, അപ്പോൾ അതും പോയോ? പെട്ടെന്ന് ബാഗിനുള്ളിൽ ഒരു കുപ്പി പൊട്ടിത്തെറിച്ചു. നീലജ്വാലയോടെ തീത്തുണ്ടുകൾ ചുറ്റും ചിതറി വീണു. അത് മദ്യക്കുപ്പി പൊട്ടിയതാ. സർവ്വതും തകർന്നവൻ്റെ വിലാപമായിരുന്നു ശേഖരൻ്റെ ശബ്ദം. ഇരുവരും താടിക്ക് കയ്യൂന്നി നടുത്തളത്തോട് ചേർന്ന വരാന്തയിൽ കുത്തിയിരുന്നു. ആ ചന്ദ്രകലയെയും പ്രജീഷിനെയും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയും പുറത്ത് ചാടാമായിരുന്നു. കിടാവ് പിറുപുറത്തു. നമ്മുടെ ആളിനെ ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? ശേഖരെ തിരക്കി. ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്നോ? അതേതായാലും വേണ്ട. അനന്തകരണീയം എങ്ങനെയാണെന്നറിയാതെ ഇരുവരും പ്രതിമകൾ കണക്കെ അങ്ങനെയിരുന്നു. മഹാശൂന്യതയുടെ ഒരു വല തങ്ങൾക്കു മീതെ വീശി വീണതുപോലെ അവർക്ക് തോന്നി. ദിക്കുകൾ അറിയാതെ ചിന്തകൾ മരവിച്ച് ബുദ്ധിഹീനരായി അവർ. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു CI അലിയാർ. മറ്റാരോടും പറയാതെ തൻ്റെ സംശയകരമായ കണക്കുകൾ മനസ്സിലിട്ട് കൂട്ടിയും കിഴിച്ചും നോക്കി അയാൾ. ചില ഭാഗം ശരിയാകുമ്പോൾ ചില ഭാഗം അമ്പേ തെറ്റിപ്പോകുന്നു. ഇതേ സമയം ഹാഫ് ഡോറിൽ മുട്ടുകേട്ടു. അലിയാർ മുഖമുയർത്തി. പകുതി തുറന്ന ഡോറിനപ്പുറം SI സുകേഷിൻ്റെ മുഖം കണ്ടു. സാർ, ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നില്ലേ? ചില ദിവസങ്ങളിൽ ജീപ്പിൽ ഇരുവരും ഒന്നിച്ചാണ് ഇറങ്ങാറ്. സുകേഷ് പോയിക്കോ, എന്നിട്ട് വണ്ടി തിരിച്ചയച്ചാൽ മതി, അലിയാർ പറഞ്ഞു. സാർ. സുകേഷ് പോയി. പുറത്ത് ബൊലോറോ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. അലിയാർ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. അതിൽ കുറേ ചിത്രങ്ങളുണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തരുടെയും ബയോഡാറ്റകൾ സൂക്ഷ്മമായി പഠിക്കാൻ തുടങ്ങി. അയാളുടെ മുഖത്ത് ഇടയ്ക്കിടെ ചുളിവുകൾ ഉയർന്നുകൊണ്ടിരുന്നു. സമയം രാത്രി 11 മണി. സുകേഷിനെ കൊണ്ടുപോയ ബൊലോറോ മടങ്ങിയെത്തി. ലാപ്ടോപ്പ് മടക്കി വെച്ച് അലിയാർ എഴുന്നേറ്റു. സ്റ്റേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന SIയോടും പോലീസുകാരോടും ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു. മൊത്തം 5 SIമാരാണ് സ്റ്റേഷനിലുള്ളത്. അലിയാർ ബൊലോറോയ്ക്ക് അടുത്തേക്ക് ചെന്നപ്പോൾ പോലീസ് ഡ്രൈവർ വേഗം വന്നു. ഞാൻ പോയിക്കോളാം. അയാൾ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി. വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ബീക്കൺ ലൈറ്റ് ഓഫ് ചെയ്തു. അലിയാർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പയസ് എന്ന കൊടും ക്രിമിനലിനെ അമ്പെയ്ത് കൊന്നത് ആരാണെങ്കിലും അയാൾ കരുളായി ഭാഗത്ത് എവിടെയോ കാണുമെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. ബീക്കൺ ലൈറ്റ് കണ്ട് ആരും ഓടിപ്പോകാൻ പാടില്ല. കഥ തുടരും.